السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. نشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم على رسولك وحبيبك سيدنا محمد وعلى آل سيدنا ومولانا محمد كما صليت وسلمت وباركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولا تحسبن الذين قتلوا في سبيل الله أمواتا بل أحياء عند ربهم يرزقون. صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ما قال ربنا من الشاهدين الشاكرين والحمد لله رب العالمين. سبحانك اللهم يا مولاي قد عز جارك يا كريم عطائي. سلم وصل وباركا على الذي من أجله إنشاء ذي الأشياء وعلى الذين تطهروا من آله إذ طهروا بالنص النسواء وعلى صحابته الكرام الغرهم نجم الهدى وبدور كل دجاء. فاغفر لنا وانصر ووفق واهدنا واقض الحوائج واحمنا عن سائي واقهر عدوا حاسدا واختر لنا وافتح قريبا كاشف الغماء. وسع لنا رزقا ووصلنا إلى رضوانك العالي بكل عباء. واختم بخير والسعادة يسرا حسنا وأزهر كله مولائي. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഈ കൂടുന്നതും പിരിയുന്നതുമെല്ലാം അവൻ പൊരുത്തപ്പെട്ട സാലിഹായ അമലായി നമ്മിൽ നിന്ന് ഖബൂലാക്കുമാറാവട്ടെ. നമ്മുടെ എല്ലാവരുടെയും എല്ലാവിധ ഉദ്ദേശങ്ങളും അല്ലാഹു ജല്ല ജലാലുഹു പൂർത്തീകരിച്ചു തരുമാറാവട്ടെ. നമ്മിൽ നിന്ന് രോഗികളായ ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ശിഫ നൽകുമാറാവട്ടെ. പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിൽ ഈ ഒരുമിച്ച് കൂടിയതുപോലെ ഹബീബായ നബി തങ്ങളോടൊന്നിച്ച് സ്വർഗീയ ലോകത്ത് നമ്മെയും കുടുംബത്തെയും സ്നേഹജനങ്ങളെയും അല്ലാഹു ജല്ല ജലാലുഹു ഒരുമിച്ച് കൂട്ടിത്തരുമാറാവട്ടെ. നമ്മുടെ നാട്ടിൽ നിന്ന്, പരിസരങ്ങളിൽ നിന്ന്, കുടുംബങ്ങളിൽ നിന്ന് പരിശുദ്ധമായ ഹജ്ജിന് പോയിട്ടുള്ള എല്ലാ മുഅ്മിനു മുഅ്മിനാത്തുകൾക്കും അവരുടെ അമലുകൾ പൂർണ്ണമായ നിലക്ക് പ്രയാസമില്ലാതെ ചെയ്യാൻ അല്ലാഹു ജല്ല ജലാലുഹു അവർക്കൊക്കെ തൗഫീഖ് നൽകുമാറാവട്ടെ.
നമ്മളെയും സമീപ ഭാവിയിൽ അല്ലാഹു തആല അവിടെ എത്തിച്ചു തരുമാറാവട്ടെ. നമ്മിൽ നിന്ന് രോഗികളായ ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു തആല ശിഫ നൽകുമാറാവട്ടെ. അൽഹംദുലില്ലാഹ്, പരിശുദ്ധമായ ഓമാനൂർ ശുഹദാക്കളുടെ നേർച്ചയോടനുബന്ധിച്ച് ഇവിടുത്തെ നമ്മുടെ ഇന്നത്തെ ക്ലാസിന്റെ മുന്നോടിയായി ഇവിടെയുള്ള സഹോദരിമാരും സഹോദരങ്ങളുമൊക്കെ സുന്നി ഗ്രൂപ്പ് എന്ന പേരിലുള്ള വാട്സപ്പ് ഗ്രൂപ്പിലൂടെ ഏകദേശം 40ഓളം ആളുകൾ 3 യാസീൻ വീതമായി 120 യാസീൻ ഓതിയതായി ഇവിടെ വന്ന് പറഞ്ഞു. അല്ലാഹുവേ, അത് ഓതിയവർക്കൊക്കെ നീ അതിന്റെ ഹസനത്തുകൾ എത്രയോ 10 മടങ്ങ് നീ നൽകണേ റഹ്മാനെ. ആ യാസീനുകളൊക്കെ ഓമാനൂർ ശുഹദാക്കളുടെ ഹളറത്തിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റഹ്മാനെ. ഓമാനൂർ ശുഹദാക്കളുടെ ബറക്കത്തും അവരുടെ സഹായങ്ങളും കാവലുകളും ഞങ്ങൾക്കും ആ യാസീനോദിയ സകല മുഅ്മിനു മുഅ്മിനാത്തുകൾക്കും അവരുടെ കുടുംബങ്ങൾക്കും ഭർത്താക്കന്മാർക്കും കുഞ്ഞുമക്കൾക്കും എല്ലാവർക്കും നീ നൽകണേ റഹ്മാനെ, നീ നൽകണേ റഹ്മാനെ. അതേപോലെ നമ്മുടെ നാട്ടിൽ അൽഹംദുലില്ലാഹ് ഉദ്ഹിയ്യത്ത് വളരെ ഭംഗിയായി 5 മൃഗത്തിനെ വാങ്ങി എന്ന് അറിഞ്ഞു. അൽഹംദുലില്ലാഹ്, ഏകദേശം 9 റുപ്യയുടെ മുകളിലായി 10 റുപ്യന്റെ ചുവടെയായി ആളുകൾ അതിൽ ഷെയർ കൊടുത്തിട്ടുണ്ട്. അല്ലാഹു തആല അതിലൊക്കെ അവർക്കൊക്കെ ഖൈറ് നൽകുമാറാവട്ടെ, ബറക്കത്ത് ചെയ്യുമാറാവട്ടെ. അവരുടെ എല്ലാവരുടെയും ഉദ്ഹിയ്യത്ത് അല്ലാഹു തആല ഖബൂലാക്കട്ടെ. ആ ഉദ്ഹിയ്യത്ത് ആഖിറത്തിൽ പരിശുദ്ധമായ സ്വർഗത്തിലേക്ക് മിന്നറിയുന്ന വേഗതയിൽ കടന്നു പോകാനുള്ള വാഹനമായി അല്ലാഹു തആല അവർക്കും നമുക്കൊക്കെ അത് ആക്കി തരുമാറാവട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് അവസാനത്തിൽ എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യാം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. പരിശുദ്ധമായ ഓമാനൂർ ശുഹദാക്കൾ, വിശിഷ്ടരായ മഹാന്മാർ, ആ മഹാന്മാരുടെ സ്മരണകൾ അയവിറക്കുന്ന, അവരുടെ മദ്ഹുകൾ പാടുന്ന, പറയുന്ന, അവരെ പുകഴ്ത്തി പറയുകയും അവരെ സ്മരിക്കുകയും ചെയ്യപ്പെടുന്ന അവസരങ്ങളാണ് ദുൽഹിജ്ജ മാസത്തിൽ നാടുനീളെ കാണാൻ സാധിക്കുന്നത്. നമ്മുടെ പരിസരങ്ങളിൽ അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി ഷഹീദായി പോയിട്ടുള്ള ധാരാളം ശുഹദാക്കള് നമ്മുടെ മലപ്പുറം ജില്ലയുടെയും പരിസര ജില്ലകളിലുടെയും കടന്നുപോയാൽ നമുക്ക് കാണാൻ സാധിക്കും. മലപ്പുറം ശുഹദാക്കൾ എന്ന പേരിൽ മലപ്പുറത്ത് തന്നെ അൽഹംദുലില്ലാഹ് വളരെ പ്രസിദ്ധമായ ഒരു ജാറവും ഒരുപാട് ശുഹദാക്കളുടെ മഖ്ബറകൾ ഉള്ളതൊക്കെ നമുക്കറിയാം. അതേപോലെ ഇങ്ങനെ അങ്ങോട്ട് ഹൈവേയിലൂടെ നിങ്ങൾ പോയാൽ മുട്ടിച്ചറ എന്ന് പറയുന്ന സ്ഥലത്ത് ശുഹദാക്കളെ കാണാം. ഇങ്ങനെ തുടങ്ങി ചേറൂർ പോയാൽ അവിടെ ശുഹദാക്കളെ കാണാം. ഇങ്ങനെ നമ്മുടെ മലപ്പുറം ജില്ലയിലെ വിവിധ ഭാഗങ്ങളിലൂടെ നമ്മളൊന്ന് സഞ്ചരിച്ചാൽ നമ്മുടെ ദീനിനു വേണ്ടി, അല്ലെങ്കിൽ അന്നത്തെ കാലഘട്ടത്തിലുള്ള സ്വേച്ഛാധിപതികളായ ഭരണാധികാരികൾക്കെതിരെ ഇസ്ലാമിന്റെയും മുസ്ലിമിന്റെയും നിലനിൽപ്പിനു വേണ്ടി യുദ്ധം ചെയ്ത് ഷഹീദായി പോയിട്ടുള്ള ഒരുപാട് മഹാന്മാരെ നമുക്ക് പല സമയങ്ങളിലായി സ്മരിക്കപ്പെടുന്നത് കാണാവുന്നതാണ്. ആ കൂട്ടത്തിൽ അതിപ്രധാനമായ, പ്രത്യേകം എടുത്തു പറയേണ്ടവരായ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ശുഹദാക്കളാണ് ഓമാനൂർ ശുഹദാക്കൾ എന്നത്. ശുഹദാക്കൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ ബഹുമാനം കൊടുത്തിട്ടുണ്ട്. ശുഹദാക്കളുടെ ശരീരത്തിൽ നിന്ന് ഒലിക്കുന്ന രക്തം അത് കഴുകാതെ കുളിപ്പിക്കാതെയാണ് അവരെ മറവ് ചെയ്യേണ്ടത്. ഇസ്ലാമിന്റെ നിയമം അങ്ങനെയാണ്. ഒരു മയ്യിത്ത്, ഒരാൾ മരിച്ചാൽ ആ മയ്യിത്തിന്റെ മേൽ നിസ്കരിക്കണമെങ്കിൽ മയ്യിത്തിനെ കുളിപ്പിക്കൽ ആദ്യം ഷർത്താണ്. മയ്യിത്തിനെ കുളിപ്പിക്കുന്നതിന് മുമ്പ് നിസ്കരിക്കാൻ പാടില്ല. അതേ സമയത്ത് ശുദ്ധി മുന്തിയിട്ടേ നിസ്കരിക്കാൻ പാടുള്ളൂ എന്നതാണ് ഇസ്ലാമിന്റെ നിയമം. എന്നാൽ മഹത്തുക്കളായ ശുഹദാക്കളുടെ ശരീരം അവരുടെ ശരീരത്തിൽ നിന്ന് വെട്ടുകൊണ്ട് ആ വെട്ടിൽ നിന്ന് ഒലിക്കുന്ന മുറിവോടുകൂടെ രക്തത്തോടെയാണ് അവരെ മറവ് ചെയ്യാറുള്ളത്. അവരെ കുളിപ്പിക്കാറില്ല. വളരെ അപൂർവമായി
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ യുദ്ധത്തിൽ ഷഹീദായി പോയിട്ടുള്ള ചില മഹാന്മാരായ സ്വഹാബത്തിനെ മലക്കുകൾ കുളിപ്പിച്ചിട്ടുണ്ട് എന്നത് ഹദീസിന്റെയും ചരിത്രത്തിന്റെയും ഗ്രന്ഥങ്ങളിൽ കാണാം. ശരീരത്തിൽ നിന്ന് വെള്ളം ഉറ്റുന്നതായി മഹാന്മാരായ ഹദീസ് ഗ്രന്ഥങ്ങളിൽ റിപ്പോർട്ട് ചെയ്തത് കാണാം. അവരെ മലക്കുകൾ കുളിപ്പിച്ചതാണെന്ന് ഇമാമിങ്ങൾ വിശദീകരിച്ചു പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കുളിപ്പിക്കാതെ അവരുടെ ശരീരം അങ്ങനെ തന്നെ മുറിവോടുകൂടെ രക്തത്തോടുകൂടെയാണ് മറവ് ചെയ്യാറുള്ളത്. ആഖിറത്തിൽ അവര് വരുമ്പോൾ, മഹ്ശറയിൽ അവര് വരുമ്പോൾ അപ്പം വെട്ടുകൊണ്ടതുപോലെ ശരീരത്തിൽ നിന്ന് രക്തമൊലിച്ചിട്ട് തന്നെയാണ് അവര് മഹ്ശറയിൽ ഒരുമിച്ച് കൂടുക. അതേ സമയത്ത് അവരുടെ ശരീരത്തിൽ നിന്ന് ഒലിക്കുന്ന രക്തത്തിന് കസ്തൂരിയേക്കാൾ സുഗന്ധമുണ്ടെന്ന് വരെ മഹാന്മാരായ ഇമാമിങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അള്ളാഹുവിന്റെ ദുനിയാവിൽ ജീവിക്കുന്ന ഏതൊരു മനുഷ്യനും ഭൂമി ലോകത്തുനിന്ന് മരിച്ചുപോയാൽ ഇനി അവൻ ഇങ്ങോട്ട് തന്നെ തിരിച്ചു വന്ന് ജീവിക്കണമെന്ന് ഒരാളും ആഗ്രഹിക്കുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഭൂമി ലോകത്ത് ജീവിക്കുന്ന ഒരു മനുഷ്യനും ഇവിടെ ജീവിച്ച് മരിച്ചു പോയി കഴിഞ്ഞാൽ ഇനി ഭൂമിയിലേക്ക് രണ്ടാമത് എനിക്കൊന്നുകൂടെ വരണം, എന്നിട്ട് എനിക്ക് ഭൂമിയിൽ ജീവിക്കണം എന്ന് ചിന്തിക്കുന്ന ഒരു മനുഷ്യനും മനുഷ്യന്മാരെ കൂട്ടത്തിൽ ഉണ്ടാവുകയില്ല. അതേ സമയത്ത് അള്ളാഹുന്റെ റസൂല് പറയുന്നു, ഇല്ല ഷഹീദ് ഒഴികെ. ഷഹീദ് ആ ശുഹദാഇന്റെ മനസ്സിലുള്ള ആഗ്രഹം ഇനിയും എനിക്ക് ഭൂമിയിലേക്ക് വരണം, എന്നിട്ട് ഇവിടെ ജീവിച്ചിട്ട് അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി യുദ്ധം ചെയ്യണം, എന്നിട്ട് വീണ്ടും എനിക്ക് ഷഹീദാവണം, പിന്നെയും എനിക്ക് ഭൂമിയിലേക്ക് വരണം, പിന്നെയും എനിക്ക് ഷഹീദാവണം. ഇങ്ങനെ 10-ലധികം തവണ ഭൂമിയിലേക്ക് വരികയും പിന്നെയും യുദ്ധം ചെയ്ത് ഷഹീദാവുകയും പിന്നെയും വരികയും പിന്നെയും ഷഹീദാവുകയും ഇങ്ങനെ ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ചു പോകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. കാരണം എന്താണ്? അങ്ങനെ ഷഹീദ് ആഗ്രഹിക്കാനുള്ള കാരണം എന്താണ്? ഷഹീദ് അങ്ങനെ ആഗ്രഹിക്കുന്നത് ശുഹദാഇനെ അല്ലാഹു തആല സ്വർഗീയ ലോകത്ത് ഒരുക്കി വെച്ചിട്ടുള്ള അനുഗ്രഹങ്ങൾ കാണുമ്പോൾ, ഇത്രമാത്രം വലിയ അനുഗ്രഹങ്ങൾ കിട്ടുകയാണെങ്കിൽ ഒന്നുകൂടെ ഭൂമിയിലേക്ക് പോയി യുദ്ധം ചെയ്ത് മരിച്ചാൽ, ഷഹീദായാൽ പിന്നെയും സ്വർഗത്തിൽ വരുമ്പോൾ ഇതിനേക്കാൾ പിന്നെയും അനുഗ്രഹങ്ങൾ കിട്ടുമല്ലോ, ആ ചിന്ത അവരുടെ മനസ്സിൽ വല്ലാതെ വരും. അതുകൊണ്ട് പിന്നെയും ദുനിയാവിൽ വരണം, പിന്നെയും ഷഹീദാവണം, പിന്നെയും ദുനിയാവിൽ വരണം, വീണ്ടും ഷഹീദാവണം എന്നിങ്ങനെ ശുഹദാ ആഗ്രഹിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരാളും ഉണ്ടാകൂല. ശുഹദാ അല്ലാതെ ബാക്കി എല്ലാവരും ദുനിയാവിൽ നിന്ന് രക്ഷപ്പെട്ടാ മതിയായിരുന്നു. ഒരു തവണ മരിച്ചുപോയാൽ ഇനി ദുനിയാവിലേക്ക് തിരിച്ചു വരവില്ല, ഇനി ദുനിയാവിലേക്ക് എനിക്ക് തിരിച്ചു വരേണ്ടതില്ല, ഞാൻ രക്ഷപ്പെട്ടു കഴിഞ്ഞു, ഞാൻ ഇവിടുന്ന് രക്ഷപ്പെട്ടു പോയി എന്ന് ചിന്തിക്കുന്നവരാണ് എല്ലാ മനുഷ്യരും. അവര് ഏത് നല്ലവരാണെങ്കിലും അവരുടെയൊക്കെ ചിന്ത ദുനിയാവെന്ന് കഴിച്ചിലായല്ലോ, ദുനിയാവിൽ നിന്ന് രക്ഷപ്പെട്ടല്ലോ എന്നാണ്. അതേ സമയത്ത് ശുഹദാ വീണ്ടും എനിക്ക് ദുനിയാവിൽ പോവണം, വീണ്ടും എനിക്ക് ദീനിന് വേണ്ടി ഷഹീദാവണം, അങ്ങനെ ആഗ്രഹിക്കുന്നവരാണ്. അത്രമാത്രം വലിയ അനുഗ്രഹങ്ങൾ അല്ലാഹു ഒരുക്കി വെച്ചിട്ടുള്ളവരാണ് ശുഹദാക്കളെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. എന്നിട്ട് വിശുദ്ധ ഖുർആനിലൂടെ നമ്മളോട് അല്ലാഹുവിന്റെ വചനത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്, വലാ തഹ്സബന്നല്ലദീന ഖുതിലൂ ഫീ സബീലില്ലാഹ്, ഓ ജനങ്ങളെ, അള്ളാന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്ത് മരിച്ചുപോയവരെ പറ്റി നിങ്ങൾ ഒരിക്കലും ചിന്തിക്കരുത്. അംവാതാ, അവര് മരിച്ചവരാണെന്ന പദം നിങ്ങൾ പറയരുത്. അവര് മരിച്ചുപോയി എന്ന് നിങ്ങൾ ചിന്തിക്കരുത്. അവര് മരിച്ചവരാണെന്ന വിചാരം നിങ്ങൾക്ക് വേണ്ട. ബല്ലഹയാഉൻ ഇൻദ റബ്ബിഹിം, അവര് റബ്ബിന്റെ അടുക്കൽ ജീവിച്ചിരിക്കുന്നവരാണ്. മാത്രമല്ല യുർസഖൂൻ, ദുനിയാവിൽ നിന്ന് ഭക്ഷണം കിട്ടിയതുപോലെ
ആഖിറത്തിൽ നിന്ന് അവർക്ക് ഭക്ഷണം ലഭിക്കുന്നുണ്ട്, അവർക്ക് വേണ്ടതൊക്കെ ലഭിക്കുന്നുണ്ട്. അവര് നല്ല സുഭിക്ഷമായ ഭക്ഷണം കഴിച്ച് നല്ല സുഖാഡംബരത്തോടെയുള്ള ജീവിതങ്ങൾ അവരാഖിറത്തിൽ റബ്ബിന്റെ അടുത്ത് ജീവിക്കുന്നവരാണ്. അവരാരും മരിച്ചുപോയി എന്ന് നിങ്ങൾ ചിന്തിക്കണ്ട. അങ്ങനെ ശുഹദാക്കളെ സംബന്ധിച്ച് മഹാന്മാരായ ഇമാമിങ്ങൾ വിശദീകരിച്ചു പറഞ്ഞിട്ടുണ്ട്. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത്, മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ കാലം, ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു നാട് ഭരിക്കുന്ന കാലത്ത് ഇമാം ഇസ്മാഈലുൽ ഹിഖി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ തഫ്സീർ റൂഹുൽ ബയാനിൽ പറഞ്ഞ ഒരു ചരിത്രം കാണാം. നേരത്തെ അത് തബാറക സൂറത്തിന്റെ വിശദീകരണം ഞാൻ ഇവിടെ തന്നെ സഹോദരിമാർക്ക് ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞിട്ടുണ്ട് ആ ചരിത്രം. അതുകൊണ്ട് ഇപ്പൊ ഞാൻ ആ ചരിത്രം നീട്ടുന്നില്ല, നിങ്ങൾക്ക് ഓർമ്മ വരാൻ വേണ്ടി സൂചന പറയുകയാണ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ഒരു മഹാനവറുകൾ പറഞ്ഞു, എൻ്റെ വീട്ടിൽ എൻ്റെ മരണപ്പെട്ടുപോയ യുദ്ധത്തിൽ ഷഹീദായി പോയ എൻ്റെ മകൻ എനിക്ക് രോഗം ബാധിച്ച സമയത്ത് എന്നെ കാണാൻ വന്നിരുന്നു. അങ്ങനെ ശുഹദാക്കൾക്ക് വരാൻ കഴിയും. അങ്ങനെ ശുഹദാക്കൾക്ക് അല്ലാഹു തആല വലിയ സഹായങ്ങളും വലിയ കഴിവുകളും കൊടുത്തിട്ടുണ്ട്. അത്രമാത്രം വലിയ മഹത്വമേറിയ സ്ഥാനത്തുള്ളവരാണ്. ആ യുദ്ധത്തിൽ ഷഹീദാകുന്ന മഹാന്മാരായ ശുഹദാക്കള്, ആ ശുഹദാക്കളെ കൂട്ടത്തിൽ അതിപ്രധാനമായ പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിൽ പ്രത്യേകമായി സ്മരിക്കപ്പെടുന്ന ശുഹദാക്കളാണ്. നാടിന്റെ നാനാഭാഗത്ത് അനുസ്മരണ പരിപാടികൾ നടത്തപ്പെടുന്ന, വിപുലമായ നേർച്ചകൾ നടത്തപ്പെടുന്ന, നമ്മുടെ നാട്ടിലെ ഹൈന്ദവ സഹോദരങ്ങൾ വരെ നേർച്ചപ്പണങ്ങളും അതുപോലെ തന്നെ സംഖ്യകളും ഭക്ഷണ സാധനങ്ങളും ഉണ്ടാക്കി വിതരണം ചെയ്യുന്ന വലിയ മഹാന്മാരാണ് ഓമാനൂർ ശുഹദാക്കളെന്ന്. നിങ്ങൾ അവരെ നേർച്ച കഴിഞ്ഞാൽ പത്രങ്ങൾ എടുത്ത് മറിച്ചു നോക്കുമ്പോ കാണാം. ഈ കോട്ടക്കൽ ഭാഗത്തൊക്കെ ഹിന്ദു സഹോദരങ്ങൾ വരെ അവരെ പേരിൽ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് കൊടുക്കാറുണ്ട്. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ റോഡ് സൈഡിലൊക്കെ ഓമാനൂർ ശുഹദാക്കളുടെ നേർച്ചപ്പെട്ടി എന്ന് പറയുന്ന പെട്ടിയിൽ കാശ് കൊണ്ടുവന്നിടുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്ക്. പഴയ ഉമ്മമാരടക്കമുള്ള ഹിന്ദു സഹോദരിമാരും സഹോദരങ്ങളും ഇന്നുള്ള ന്യൂ ജനറേഷന്മാരിൽപ്പെട്ടിട്ടുള്ള ഹിന്ദു സഹോദരങ്ങളും സഹോദരിമാര് വരെ അതിലേക്ക് നേർച്ചപ്പണം ഇടാറുണ്ട്. അങ്ങനെ എല്ലാ ജനങ്ങളുടെയും മനസ്സിൽ സ്വീകാര്യതയുള്ള ഒരു വിഭാഗമായ ശുഹദാക്കളാണ് ഒമാനൂർ ശുഹദാക്കൾ. അവരുടെ അനുസ്മരണമാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ്. സമയമുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഇൻഷാ അല്ലാഹ് സൂറത്ത് ലുഖ്മാനിന്റെ ചെറിയ ഭാഗം കൂടി പറയണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഞാൻ ആ മഹാന്മാരായ ഓമാനൂർ ശുഹദാക്കളെ സംബന്ധിച്ച് അവരുടെ ചരിത്രത്തിൽ നിന്ന് ഏതാനും ചില ഭാഗങ്ങൾ പറയുകയാണ്. മഹാന്മാരായ പണ്ഡിതന്മാര് പറയുന്നു, സനത്ത 1128 1128 ഈ ഓമാനൂർ ശുഹദാക്കൾ എന്ന് പറയുന്ന ആ മഹാന്മാര് ഷഹീദാവാൻ ഉണ്ടായ യുദ്ധം നടന്നത് 1128. ഇപ്പോൾ നമ്മുടെ ഹിജറ വർഷം 1440 1128 ഓമാനൂർ യുദ്ധമുണ്ടാകുന്നത്. ദുൽഹിജ്ജ 8 7 ചരിത്രകാരന്മാർക്കിടയിൽ സംസാരമുണ്ട്. ഭൂരിപക്ഷ പണ്ഡിതന്മാരും പറഞ്ഞു ദുൽഹിജ്ജ 8 ഓമാനൂർ യുദ്ധം നടന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് അതേ സമയത്ത് നാളെയാണ് നടന്നത്
എന്നതുകൊണ്ട് ഇന്ന് തന്നെ അവരെ സ്മരിക്കുന്ന സ്ഥലം, 7-നും അവരെ സ്മരിക്കുന്ന സ്ഥലങ്ങളുണ്ട്. 8-ന് അവരെ സ്മരിക്കാതിരിക്കാനുള്ള കാരണം പലപ്പോഴും ദുൽഹിജ്ജ 8-ന്റെ അന്ന് നമ്മളെ നാട്ടില് പഴയ കാലത്ത് തന്നെ ആളുകൾക്ക് നോമ്പായിരിക്കും. അതുകൊണ്ടാണ് നമ്മളെ നാട്ടിൽ അന്ന് വിപുലമായ പരിപാടി ഇല്ലാതെ പോയത്. ദുൽഹിജ്ജ 8-ന് നോമ്പ് നോറ്റാൽ ലഭിക്കുന്ന പ്രതിഫലം കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ദുൽഹിജ്ജ 8-ന് നോമ്പ് നോറ്റാൽ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, 1000 അടിമകളെ മോചിപ്പിച്ച പ്രതിഫലം, 1000 ഒട്ടകത്തിനെ അറുത്ത് ദാനം ചെയ്ത പ്രതിഫലം, 1000 കുതിരകളെ വാങ്ങി അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധത്തിന് അയച്ച പ്രതിഫലം ലഭിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ആയിഷ ബീബി റളിയല്ലാഹു അൻഹും അടക്കമുള്ള സമയത്താണ് ഇത് പറയുന്നത്. എല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അങ്ങനെ ദുൽഹിജ്ജ 8-ന്റെ അന്ന് യൗമുത് തർവിയ എന്ന് പറയപ്പെടും. അന്ന് നോമ്പ് നോക്കൽ പ്രത്യേകം സുന്നത്താണ്. നമ്മുടെ നാട്ടിലൊക്കെ ദുൽഹിജ്ജ 8 ആകുമ്പോൾ ഒരുപക്ഷെ സൗദിയിൽ ദുൽഹിജ്ജ 9 ആയേക്കാം. അങ്ങനെ വരുമ്പോ അവിടത്തെ ഹാജിമാരെ അറഫയിൽ നിൽക്കുമ്പോ അവരോട് നമ്മളും കൂടി അങ്ങോട്ട് അവരുടെ അമലുകളിൽ പങ്കാളിയാകാൻ വേണ്ടി ദുൽഹിജ്ജ 8-ന്റെ അന്നും നോമ്പ് നോക്കാറുണ്ട്. നോക്കണമെന്ന് ഇമാമിങ്ങളെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ നാടുകളിൽ പലപ്പോഴും ദുൽഹിജ്ജ 7-ന്റെ അന്നാണ് മഹാന്മാരായ ഒമാനൂർ ശുഹദാക്കളെ നേർച്ച കൊണ്ടാടാറുള്ളത്. അതേ സമയത്ത് ഭൂരിപക്ഷ പണ്ഡിതന്മാരും പറഞ്ഞത് ദുൽഹിജ്ജ 8-ന്റെ അന്നാണ് ഒമാനൂർ യുദ്ധം നടന്നത്. എന്നിട്ട് മഹാന്മാരായ ഇമാമിങ്ങൾ രേഖപ്പെടുത്തുകയാണ്, ഈ യുദ്ധമുണ്ടാവാൻ ഒരു കാരണമുണ്ട്. ഏതൊരു യുദ്ധത്തിനും ഒരു കാരണമുണ്ടാകും. ബദർ യുദ്ധമുണ്ടാകാൻ കാരണമുണ്ടായിട്ടുണ്ട്. അതെന്താണ് കാരണം? സ്വഹാബത്തിന്റെ അടുത്ത് നല്ല ശുദ്ധമായ വെള്ളം മഴ പെയ്തപ്പോൾ സ്വഹാബത്ത് അവർ സംഭരിച്ചു വെച്ചിട്ടുണ്ട്. ലോകത്ത് ആദ്യമായി മഴ സംഭരണി ഉണ്ടാക്കിയത് നബിതങ്ങളും സ്വഹാബത്തുമാണ്. അങ്ങനെ മഴ സംഭരണി ഉണ്ടാക്കി വെച്ച വെള്ളം സ്വഹാബത്തിന്റെ അടുത്തുനിന്ന് ആ വെള്ളം ഒന്നിരിക്കെ അതിൽ നിന്ന് വെള്ളം കോരണം, അല്ലെങ്കിൽ അത് പൊളിക്കണം എന്ന് പറഞ്ഞ് ഒരാൾ അക്രമപരമായി വന്നപ്പോഴാണ് ബദർ യുദ്ധമുണ്ടായത്. അങ്ങനെ ഏതൊരു യുദ്ധം നടക്കാനും ഒരു കാരണമുണ്ടാകും. ഓമാൻ ഒരു യുദ്ധം നടക്കാനുള്ള കാരണം പറയുന്നത് ഇമാമിങ്ങൾ പറയാണ്, നമ്മളെ നാട്ടില് ധാരാളം വിഭാഗങ്ങള് ഹൈന്ദവ സഹോദരങ്ങളെ കൂട്ടത്തിലുണ്ട്. ആ ഹൈന്ദവ സഹോദരങ്ങള് ധാരാളം വിഭാഗമാണ്. തീയര് സമുദായം എന്ന പേരിൽ അറിയപ്പെടുന്ന ഇന്ന് സാധാരണ നമ്മൾ പറയുന്ന താഴ്ന്ന ജാതിക്കാർ എന്നറിയപ്പെടുന്ന വിഭാഗമുണ്ട്. ഹൈന്ദവ സഹോദരങ്ങൾ ധാരാളം വിഭാഗമാണെന്ന് ഉമർ ഖാദി തങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. ആശാരി മൂശാരി മണ്ണാനു പറയരു കൊയപ്പാനു ചെട്ടിയും നായാടിപ്പാണരു. ഹൈന്ദവ സഹോദരങ്ങൾ ഒരുപാട് വിഭാഗമാണ്. ആശാരിയുണ്ട്, മൂശാരിയുണ്ട്, മണ്ണാനുണ്ട്, പാണനുണ്ട്, പറയരുണ്ട്, തീയരുണ്ട്, പലയനുണ്ട്. അങ്ങനെ ഒരുപാട് വിഭാഗമുണ്ട്. എല്ലാവരും മനുഷ്യരാണ്. ഒരാളെയും നമ്മൾ തരം താഴ്ത്തരുത്, ഒരാളെയും നമ്മൾ നിസ്സാരപ്പെടുത്തരുത്, ഒരാളെയും നമ്മൾ ആക്രമിക്കരുത്. ആരെല്ലാവരോടും നമ്മൾ സൗഹാർദ്ദത്തിൽ ജീവിക്കേണ്ടവരാണ്. അതേ സമയത്ത് തീയര സമുദായത്തിൽപ്പെട്ട ആളുകൾക്ക് തൊട്ടുകൂടാത്തവർ, തീണ്ടിക്കൂടാത്തവർ, ദൃഷ്ടിയിൽ പെട്ടാലും ദോഷമുള്ളവർ. അങ്ങനെയാണ് കുമാരനാശാൻ കേരളത്തിന്റെ പഴയകാല ചരിത്രം പറഞ്ഞത്. താഴ്ന്ന ജാതിക്കാരായ ആളുകൾക്ക് തൊട്ടുകൂടാ, തീണ്ടിക്കൂടാ, അഥവാ അടുത്തു വന്നുകൂടാ, ദൃഷ്ടിയിൽ പെട്ടാലും ദോഷമുള്ളവർ. കണ്ണിന്റെ മുന്നിൽ കാണാൻ പറ്റൂല, കണ്ടാൽ അയിത്തമായി പോകുന്ന ഒരു സമ്പ്രദായം പഴയ കാലത്ത് നമ്മളെ കേരളത്തിൽ ഉണ്ടായിരുന്നു. ജാതീയത എന്നതാണ്. അതേസമയത്ത് ഇന്ന് ഒരു താഴ്ന്ന ജാതിക്കാരനായ ഒരാളെ ജാതി വിളിച്ചിട്ട് ആക്ഷേപിച്ചാൽ അത് ഭയങ്കര കേസാവും, ഇല്ലേ? എന്നത് ഭയങ്കര കേസാവും. ഒരാളെ ചർമ്മാന്ന് വിളിച്ചാൽ ഭയങ്കര കേസാണ്. അതേസമയത്ത് പണ്ട് കാലത്ത് അവർക്ക് ഉടുക്കാൻ, ശരിക്ക് വസ്ത്രം ഉടുക്കാൻ പറ്റൂല,
അതേപോലെ തന്നെ അവർക്ക് ശരിക്ക് ഭക്ഷണം കഴിക്കാൻ മറ്റുള്ളവർ ഹോട്ടലിൽ നിന്ന് കഴിക്കുമ്പോൾ അവർക്ക് കഴിക്കാൻ പറ്റൂല. അവർക്ക് വേറെ തന്നെ പാത്രങ്ങളാണ്. അതേപോലെ അവർ അങ്ങാടിയിൽ പോകുമ്പോൾ മേൽജാതിക്കാരായ നായന്മാരെ നമ്പൂരിമാരെ കാണാൻ പാടില്ല. കണ്ടാൽ അയിത്തമാണ്. നായന്മാരും നമ്പൂരിമാരും നടന്നു പോകുമ്പോ മുന്നിൽ ഒരു ചങ്ങായി ഇങ്ങനെ കൂക്കി വിളിക്കും. അപ്പോ താഴ്ന്ന ജാതിക്കാരൊക്കെ മാറി നിൽക്കണം. പല സ്ഥലങ്ങളിൽ നടവഴികളിൽ ഒരു പ്രത്യേകമായ കോണായി പ്രത്യേക ആളുകൾക്ക് ഒളിച്ചു മാറി നിൽക്കാൻ, താഴ്ന്ന ജാതിക്കാർക്ക് മാറി നിൽക്കാൻ തന്നെ പ്രത്യേക സ്ഥലങ്ങൾ ഉണ്ടായിരുന്നു പഴയ കാലത്ത്. പ്രായമുള്ള ആൾക്കാരോട് ചോദിച്ചാൽ മതി, അല്ലെ? അങ്ങനെ ഉണ്ടായിരുന്നു. കാരണം നായന്മാരും നമ്പൂരിമാരും വന്നാൽ കാണാൻ പാടില്ല. അപ്പൊ കാണാതിരിക്കാൻ ഇങ്ങനെ ഒളിച്ചിരിക്കാനും പ്രത്യേക സ്ഥലം ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള വലിയ ജാതീയത ഉള്ള കാലമായിരുന്നു പണ്ട് കാലത്ത്. ഇന്നെ ജാതീയത കുറച്ചൊക്കെ വിട്ടുപോയിട്ടില്ല. അതേ സമയത്ത് കേരളത്തിൽ ജാതീയത കുറച്ചൊക്കെ എടുത്തുപോയത് ഇവിടെയുള്ള മുസ്ലിങ്ങളുടെ പെരുമാറ്റം കൊണ്ടാണ്. ഇവിടെയുള്ള മുസ്ലിങ്ങളുടെ പെരുമാറ്റങ്ങളും പ്രവർത്തനങ്ങളും കൊണ്ടുമാണ്. ഉത്തരേന്ത്യയിൽ നിങ്ങൾ പോയി നോക്ക്, ഇന്നും ജാതീയതയാണ്. ഒരു പെണ്ണിനെ വേറെ ജാതിയിൽപ്പെട്ടവൻ കല്യാണം കഴിച്ചാൽ തല്ലിക്കൊല്ലുന്ന വാർത്തകൾ നിങ്ങൾ പത്രങ്ങളിൽ കാണുന്നില്ലേ? ജാതീയതയുടെ പേര് തീ കത്തിക്കുന്നവർ, ഇങ്ങനെ ആക്രമിക്കുന്നവർ, കൊല നടത്തുന്നവർ ഉത്തരേന്ത്യയിൽ ഇപ്പോഴും ധാരാളം കാണാം. അതേ സമയത്ത് പഴയ കാലത്തുണ്ടായിരുന്ന തീയര് സമുദായത്തിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ, അയാൾ മിൻ അഖിലി തിരൂര് എന്ന് പറയുന്ന നാട്ടിലുള്ള ചെറുപ്പക്കാരനാണ്. ആ തിരൂര് എന്ന് പറയുന്ന നാട്ടിലുള്ള ചെറുപ്പക്കാരന് ഖദുഖ്രിജ മിൻ ദാരിഹി വ വതനിഹി, ഇവിടെ നാട്ടിൽ നിന്നും വീട്ടിൽ നിന്നും പുറത്താക്കി. ആ തീയര് സമുദായത്തിൽപ്പെട്ട ആളെ പുറത്താക്കിയത് എന്തിനാണ്? കാരണം സുബ്ഹാനല്ലാഹ്, അതിന്റെ കാരണം യുറഫ് ഇൻദഹും വസാഫറ വൽതജ ഫീ ബൽദതി ബിംബനൂർ. ആ ചെറുപ്പക്കാരനെ പുറത്താക്കിയത് ജാതീയതയുടെ പേരിലാണ്. ജാതീയതയുടെ പേരിൽ പുറത്താക്കിയ ചെറുപ്പക്കാരൻ നേരെ ചെന്നത്, അദ്ദേഹം നടന്ന് ചെന്നത് ബിംബനൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഓമാനൂർ എന്ന് പറയുന്ന സ്ഥലത്തിന്റെ പഴയ പേരാണ് ബിംബനൂർ. ഇപ്പൊ ഓമാനൂർ എന്നറിയപ്പെടുന്ന ആ സ്ഥലത്തിന്റെ പഴയ പേരാണ് ബിംബനൂർ. ആ ബിംബനൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ആ ചെറുപ്പക്കാരൻ നടന്നുപോയത്. അങ്ങനെ അയാൾ അവിടെ എത്തിയപ്പോഴാണെങ്കിലോ സുബ്ഹാനല്ലാഹ്, അവിടെ ചെന്ന് നോക്കുമ്പോ ധാരാളം അമ്പലങ്ങൾ. ആ അമ്പലത്തിനെ ആരാധിക്കുന്നവരാണ് അവിടെ ഭൂരിപക്ഷമുള്ളത്. അങ്ങനെ ധാരാളം ആളുകൾ, ഹൈന്ദവ സഹോദരങ്ങളാണ് അവിടെ ഉള്ളത്. ആ ചെറുപ്പക്കാരൻ അവിടെ ചെന്നപ്പോൾ അയാൾക്ക് അവിടെ സഹായം കിട്ടിയില്ല. അയാൾ ആരും വിളിച്ചില്ല. അയാൾക്ക് ഒരു രക്ഷയുമില്ല. ഒരാൾ ഭക്ഷണം കൊടുത്തില്ല, വെള്ളം കൊടുത്തില്ല. ആ ചെറുപ്പക്കാരൻ അവിടെ നിൽക്കാൻ പറ്റാത്ത കണ്ടീഷനായി. അദ്ദേഹത്തിന് അവിടെ ഒരു രക്ഷയുമില്ലാതെ വന്നപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? ഇല്ല അന്ന ഫീ ഹാദിഹിൽ ബൽദ സലാസത ദിയാരിൻ മിനൽ മുസ്ലിമീൻ. ആ ബിംബനൂർ എന്ന് പറയുന്ന നാട്ടില് ആകെ ഉള്ളത് 3 മുസ്ലിം വീടുകളാണ്. ഈ അവിടെയുള്ള ഭൂരിപക്ഷം വരുന്ന സഹോദരങ്ങള് ഈ ചെറുപ്പക്കാരനെ, അവരെ മതത്തിൽപ്പെട്ട ചെറുപ്പക്കാരനെ ഒരാളും സഹായിച്ചില്ല. സഹായിക്കാത്തത് അവന്റെ ജാതി പ്രശ്നം കാരണം കൊണ്ടാണ്. അതുകൊണ്ട് ആരും സഹായിക്കാതെ വന്നപ്പോ, മനുഷ്യനാണല്ലോ, എല്ലാവരും മനുഷ്യരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് പഠിപ്പിച്ചിട്ടുള്ള ഹദീസ് ഉസ്താദുമാര് ആദ്യമായി അവരെ ശിഷ്യന്മാർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന ഹദീസ്, പരമ്പരയായി വരുന്ന ഹദീസ് അൽ മുസൽസലു ബിൽ അവ്വലിയ എന്ന് അറിയപ്പെടുന്ന ഒരു സനദുള്ള ഹദീസുണ്ട്. എന്റെ ഉസ്താദ് എനിക്ക് പഠിപ്പിച്ച ആദ്യത്തെ ഹദീസ്, അവരെ ഉസ്താദ് അവർക്ക് പഠിപ്പിച്ചു കൊടുത്തത്, അവരെ ഉസ്താദ് അവർക്ക് പഠിപ്പിച്ചു കൊടുത്തത്, ഇങ്ങനെ റസൂലുള്ള വരെ ശിഷ്യന്മാർക്ക് ആദ്യമായി പഠിപ്പിച്ചു കൊടുക്കുന്ന ഹദീസ്, അർറാഹിമൂന യർഹമുഹുമുർ റഹ്മാൻ ഇർഹമൂ മൻ ഫിൽ അർളി യർഹമുകും മൻ ഫിസ് സമാ. അർറാഹിമൂന യർഹമുഹുമുർ റഹ്മാൻ, റഹ്മത്ത് ചെയ്യുന്ന ആളുകൾ, കരുണ ചെയ്യുന്ന ആളുകൾക്ക് റഹ്മാനായ റബ്ബ് കരുണ ചെയ്യും. അതുകൊണ്ട് ഇർഹമൂ മൻ ഫിൽ അർള്, ഭൂമിയിലുള്ള എല്ലാരോടും കാരുണ്യം കാണിക്കുക. ഇവിടെ ജാതീയതയില്ല.
വിഭാഗീയതയില്ല, അവിടെ പാർട്ടിയില്ല, അവിടെ ഗ്രൂപ്പില്ല. എല്ലാവരോടും നിങ്ങൾ കാരുണ്യം കാണിക്കണം. എന്നാൽ യർഹംകും മൻ ഫിസ്സമാ, ആകാശത്തിന്റെ അധികാരമുള്ള പടച്ചവൻ നിങ്ങൾക്ക് കാരുണ്യം ചെയ്യും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ചു. ആ പഠിപ്പിച്ച ഹദീസാണ് വലിയ വലിയ ഉസ്താദുമാര് അവരെ ശിഷ്യന്മാർക്ക് ആദ്യമായി പറഞ്ഞു കൊടുക്കുന്ന ഹദീസ്. ആ ഹദീസ് അറിയുന്ന മുസ്ലിങ്ങളായ ഈ 3 മുസ്ലിം വീട്ടുകാർ ഈ ചെറുപ്പക്കാരനോട് പറഞ്ഞു, മോനെ നിനക്ക് ഞങ്ങളെ വീട്ടിൽ വരാം, അവിടെ നിന്നുള്ള ഭക്ഷണം കഴിക്കാം, അവിടെ ഉള്ള സ്ഥലത്ത് കിടന്നുറങ്ങാം. ആ 3 വീട്ടുകാർ ഈ ചെറുപ്പക്കാരനെ സഹായിച്ചു. അവരാരാണ്? കുഞ്ഞാലി, മുഹീദ്ദീൻ, കുഞ്ഞിപ്പോക്കർ. ഇങ്ങനെ 3 മഹാന്മാരാണ്. കുഞ്ഞാലി, മുഹീദ്ദീൻ, കുഞ്ഞിപ്പോക്കർ, ഇങ്ങനെ 3 ആളുകളാണ്. ആ 3 ആളുകളും കൂടി എന്ത് ചെയ്തു? ഈ ചെറുപ്പക്കാരനെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ നിന്റെ മുഖത്ത് കാണുമ്പോ വല്ലാത്ത ക്ഷീണം തോന്നുന്നുണ്ട്, ഭക്ഷണം കഴിച്ചിട്ട് കുറെ ദിവസമായിട്ടുണ്ടല്ലേ, നടന്നു ക്ഷീണിച്ച ശരീരമാണ് നിന്റേത്, അതുകൊണ്ട് നീ ഞങ്ങളുടെ അടുത്തേക്ക് വന്നോളൂ. ഇവിടെ നിന്ന് നിനക്ക് ആരെയും ഭക്ഷണം കിട്ടൂല, ഇവിടെ നിനക്ക് എവിടെന്നും ഭക്ഷണം കിട്ടൂല, ഇവിടെ നിനക്ക് ആരും സഹായിക്കൂല, അതുകൊണ്ട് നിനക്ക് ഞങ്ങളെ വീട്ടിൽ വരാം, ഉള്ള ഭക്ഷണം കഴിക്കാം, ഞങ്ങളെ വീട്ടിലുള്ള സ്ഥലത്ത് കിടന്നുറങ്ങാം. ഞങ്ങൾ അതിഥികളെ സ്നേഹിക്കുന്നവരാണ്, അതിഥികളെ സൽക്കരിക്കുന്നവരാണ്. അതിഥി സൽക്കാരം ഞങ്ങളെ മതത്തിൽ വലിയ പുണ്യമാണ്. ഞങ്ങളെ പ്രവാചകന്റെ വീട്ടിൽ ജൂതന് അതിഥിയായി വന്നിട്ടുണ്ട്. ആ ജൂതനെ പ്രവാചകൻ നല്ല സ്വീകരിച്ചിട്ടുണ്ട്, ഭക്ഷണം കൊടുത്തിട്ടുണ്ട്, കിടക്കാൻ സമയം കൊടുത്തിട്ടുണ്ട്, വിശ്രമിക്കാൻ അവസരം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങളെ വീട്ടിലേക്ക് വരാം, ഉള്ള ഭക്ഷണം കഴിക്കാം, ഉള്ള സ്ഥലത്ത് കിടക്കാം. ആ ചെറുപ്പക്കാരന് വല്ലാത്ത സന്തോഷമായി പോയി. അയാള് നേരെ എന്ത് ചെയ്തു? എവിടുന്നെങ്കിലും എന്തെങ്കിലും കിട്ടട്ടെ എന്ന് കരുതി ആ ചെറുപ്പക്കാരൻ ബഹുമാനപ്പെട്ട ഈ 3 വീടുകളിൽ ഒരു വീട്ടിലേക്ക് ചെന്നു. ആ വീട്ടിലേക്ക് ചെന്നപ്പോൾ അവിടെയുള്ള ഭക്ഷണം ആ ചെറുപ്പക്കാരന്റെ മുന്നിൽ വീട്ടുകാരി വിളമ്പിക്കൊടുത്തു. കാരണം ഒരു മനുഷ്യന്റെ ജീവന് വിലയാണ്, ഒരു മനുഷ്യന്റെ ജീവന് വിലയാണ്. ഇസ്ലാമില് നിയമമുണ്ട്. എന്താ നിയമം? ഇസ്ലാമിൽ നോമ്പ് നോക്കൽ നിർബന്ധമാണ്. അതേ സമയത്ത് ഒരാൾ നോമ്പുകാരനാണ്. ആ നോമ്പുകാരൻ ഇങ്ങനെ നടന്നു പോകുമ്പോ ഒരു ജീവനുള്ള സാധനം, ഒരു ജീവനുള്ള ബഹുമാനിക്കപ്പെടേണ്ട സാധനം, ഒരു മനുഷ്യന്റെ ജീവന് വലിയ വിലയാണല്ലോ. ഏത് മതത്തിൽപ്പെട്ടവനാണെങ്കിലും അങ്ങനെ ഒരു നല്ല ജീവനുള്ള ഒരു മനുഷ്യൻ വെള്ളത്തിൽ ഇങ്ങനെ മുങ്ങിത്താഴുന്നത് കാണുന്നു. അയാളും മരിക്കുന്നതാണ് നമുക്ക് തോന്നുന്നത്. അവിടെ നോമ്പുകാരനാണെന്ന് പറഞ്ഞ് അയാൾ അവിടെ നിൽക്കാൻ പാടില്ല. നോമ്പ് മുറിച്ചിട്ട് ആ മനുഷ്യന്റെ ജീവൻ രക്ഷപ്പെടുത്തൽ നിർബന്ധമാണെന്ന് പറയുന്ന മതമാണ് ഇസ്ലാം. നോമ്പ് നിർബന്ധ. അതേ സമയത്ത് ആ നോമ്പ് നോറ്റ മനുഷ്യൻ ഒരാള് വെള്ളത്തിൽ ഇങ്ങനെ മുങ്ങിത്തായുന്നത് കണ്ടാൽ ഞാൻ നോമ്പുകാരനാണെന്ന് പറഞ്ഞ് നിൽക്കാൻ പാടില്ല. വെള്ളത്തിൽ ചാടിയിട്ട് അയാളെ രക്ഷപ്പെടുത്തിയിട്ട് അയാളെ നോമ്പ് മുറിച്ചാലും കുഴപ്പമില്ല, നോമ്പ് മുറിച്ച് അയാളെ രക്ഷപ്പെടുത്തൽ നിർബന്ധാണെന്ന് പറയുന്ന മതമാണ് ഇസ്ലാം. അപ്പൊ ഒരു മനുഷ്യന്റെ ജീവന് ഇസ്ലാം നൽകുന്ന വില നോക്ക്. അപ്പൊ അതുകൊണ്ട് മുസ്ലിമീങ്ങളായി 3 വീട്ടുകാർ പറഞ്ഞു, നിനക്ക് ഞങ്ങൾ ഭക്ഷണം തരാം. വീട്ടിൽ കൊണ്ടുപോയി നല്ല ഭക്ഷണം കൊടുത്തു. ആ ഭക്ഷണം കൊടുത്തപ്പോൾ ആ ചെറുപ്പക്കാരന് വല്ലാതെ സന്തോഷമായി. അയാൾ ചിന്തിക്കുകയാണ്. അയാൾ ചിന്തിച്ചു, എന്തൊരു കഥയാണിത്, എന്റെ സ്വന്തം മതത്തിൽപ്പെട്ട ആളുകൾ നിറഞ്ഞു നിൽക്കുന്ന നാടാണിത്. ആ നാട്ടിൽ എന്റെ മതക്കാരെന്നെ സഹായിച്ചില്ല. അവരും ഞാനുമൊക്കെ ആരാധിക്കുന്നത് ഒരേ ബിംബത്തിനാണ്, ഒരേ ദേവാലയത്തിൽ നിന്നാണ്. അങ്ങനെയുള്ള എന്റെ സ്വന്തം മതക്കാർ, ഞാൻ ആരാധിക്കുന്ന ബിംബത്തിനെ ആരാധിക്കുന്നവർ എനിക്ക് ഭക്ഷണം തന്നില്ല, എന്നെ അവർ സ്വീകരിച്ചില്ല. അതേ സമയത്ത് എന്റെ മതത്തിന്റെ പുറത്തുള്ളവരാണ്, ഞാനുമായി ഒരു മതപരമായ വിഷയത്തിലും ഒരു ബന്ധവുമില്ലാത്ത മറ്റൊരു മതക്കാരാണ് എനിക്ക് ഭക്ഷണം തന്നത്.
എനിക്ക് വെള്ളം തന്നത്. അതുകൊണ്ട് എന്തൊരു സ്നേഹമാണിത് എന്ന് ചിന്തിച്ചുകൊണ്ട് ആ ചെറുപ്പക്കാരൻ ഇങ്ങനെ ആ വീട്ടിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അതാ വരുന്നു ശത്രുക്കള് വന്നിട്ട് പറയാണ്, ബഹുമാനപ്പെട്ട മഹാന്മാരായ ആ മഹത്തുക്കൾ എടുത്തു വന്നിട്ട് പറയാണ്, ഓ കുഞ്ഞാലി, മുഹീദ്ദീൻ, കുഞ്ഞിപ്പോക്കരെ, ഈ ചങ്ങാതിനെ ഇവിടെ നിർത്താൻ പറ്റൂല. അയാളെ നിങ്ങളെ വീട്ടിൽ നിന്ന് ഭക്ഷണം കൊടുക്കാൻ പറ്റൂല. അയാൾക്ക് ഇവിടെ നിന്ന് കിടക്കാൻ സൗകര്യം കൊടുക്കാൻ പറ്റൂല. അയാളെ നിങ്ങളെ വീട്ടിൽ നിന്ന് പുറത്താക്കണം. നമ്മളെ വീട്ടിൽ വന്ന് താമസിക്കുന്ന ആളെ പുറത്താക്കണമെന്ന് വേറൊരാൾ വന്ന് പറഞ്ഞാൽ നമുക്ക് സ്വീകരിക്കാൻ പറ്റുമോ? നിങ്ങളെ വീട്ടിൽ ഒരാൾ വരുന്നു, ഞാൻ വന്നിട്ട് പറയാം നിങ്ങൾ അവനെ പുറത്താക്കണം, നിങ്ങളെ വീട്ടിൽ നിർത്താൻ പറ്റില്ല. നിങ്ങൾ എന്താ പറയാ? എന്റെ വീട്ടിൽ ആര് വന്ന് ആർക്ക് സ്വീകരിക്കണം, ആരെ സ്വീകരിക്കണം, ആർക്ക് ഭക്ഷണം കൊടുക്കണം, ഞാൻ തീരുമാനിക്കും. നിങ്ങൾ പറയില്ലേ അനക്ക് എന്റെ പണി നോക്കാം എന്നല്ലേ നമ്മളാരും പറയില്ലേ? ഈ ചെറുപ്പക്കാരായ മഹാന്മാരോട് വന്നിട്ട് പറയാണ്, നിങ്ങളെ വീട്ടിൽ അയാളെ കയറ്റാൻ പറ്റൂല, അയാൾക്ക് ഭക്ഷണം കൊടുക്കാൻ പറ്റൂല, അയാളെ അവിടെ നിർത്താൻ പറ്റൂല, പുറത്താക്കണം. ഈ മഹാന്മാരായ 3 പേര് പറഞ്ഞു, മക്കളെ നിങ്ങൾക്ക് അങ്ങനെ പറയാ, പക്ഷെ ഞങ്ങളെ മതത്തിൽ അങ്ങനെ നിയമമില്ല. ഞങ്ങളെ മതത്തിൽ ഒരാൾ വീട്ടിൽ വന്നാൽ 3 ദിവസം വരെ അയാളെ വിരുന്നുകാരനായി സ്വീകരിക്കണം, അയാൾക്ക് എല്ലാ സൗകര്യങ്ങൾക്കും കൊടുക്കണം. 3 ദിവസം കഴിഞ്ഞിട്ട് അയാൾ സ്വയം പോണം. അയാൾ പോണില്ലെങ്കിലോ, പിന്നെ അവിടെ തന്നെ കൂടുകയാണെങ്കിലോ, പിന്നെ വിരുന്നുകാർ എന്നുള്ള നിയമം പോയി. പിന്നെന്താ ഉണ്ടാകുക? പിന്നെ നമ്മളെ വീട്ടിൽ സാധാരണ എന്താ ഉള്ളത്? ഉണക്കിയ പപ്പട ഉള്ളത്, അത് അയാൾ തിന്നണം. അതേപോലെ തന്നെ നമ്മളെ വീട്ടിൽ പിന്നെ എന്ത് കഞ്ഞിയ ഉള്ളത്, അത് അയാൾ കുടിക്കണം. അതേ സമയത്ത് 3 ദിവസം വരെ നമ്മൾ അയാളെ നന്നായി സൽക്കരിക്കണം. ഒരു വിരുന്നുകാരന് കൊടുക്കേണ്ട എല്ലാ പരിഗണനയും കൊടുക്കണം. 3 ദിവസം കഴിഞ്ഞിട്ട് അയാൾ പോണില്ല. അങ്ങനെയാണെങ്കിൽ 3 ദിവസം കഴിഞ്ഞാൽ പിന്നെ നമ്മളെ വീട്ടിൽ എന്താണോ നമ്മക്കൊക്കെ ഉണ്ടാക്കുന്നത് അത് കൊടുത്താൽ മതി, പ്രത്യേക പരിഗണന ആവശ്യമില്ല. ഇസ്ലാമിന്റെ നിയമം അങ്ങനെയാണല്ലോ. അതുകൊണ്ട് ഇവര് മഹാന്മാര് പറഞ്ഞു, അത് പറ്റൂല, ഞങ്ങളെ വീട്ടിൽ വന്ന വിരുന്നുകാരനാണ് അയാൾ, അതുകൊണ്ട് അയാളെ പുറത്താക്കാൻ പറ്റൂല. ആ നിലക്ക് ഈ 3 മഹാന്മാരും കൂടി വന്നവരോട് പറയാണ്, നമുക്ക് നിങ്ങളെ പറയും പോലെ അനുസരിക്കാൻ പറ്റൂല, നമ്മളെ വീട്ടിൽ വന്ന വിരുന്നുകാരനെ പുറത്താക്കാൻ പറ്റൂല, ആ വിരുന്നുകാരന് ഭക്ഷണം കൊടുക്കാതിരിക്കാൻ പറ്റൂല, അയാളെ ഉറങ്ങുന്നിടത്ത് നാട്ടി പുറത്താക്കാൻ വകുപ്പില്ല, അത് മാന്യതയല്ല, അതുകൊണ്ട് നമ്മളത് അംഗീകരിക്കൂല എന്ന് പറഞ്ഞു നിൽക്കുന്ന സമയത്ത് അപ്പോഴേതാ ആ വിവരം നാടാകെ പാട്ടായി, നാട്ടിലാകെ ജനങ്ങൾ അറിയുകയാണ്. ആ സമയത്താണ് സുബ്ഹാനല്ലാഹ്, പാലാഴി എന്ന് പറയുന്ന സ്ഥലമുണ്ടല്ലോ കോഴിക്കോട് ജില്ലയില്, ആ പാലാഴി എന്ന് പറയുന്ന സ്ഥലത്തുള്ള പള്ളിക്കുന്ന് എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അവിടെ ചെറൂപ്പ എന്ന് പറയുന്ന സ്ഥലത്തിനടുത്താണ് ഈ പള്ളിക്കുന്ന്. അവിടെ ഒരു അമ്പലമുണ്ട്. ആ അമ്പലത്തിൽ അടിച്ചുവാരുന്ന തുടക്കുന്ന ഒരു പെണ്ണാണ് അമ്മാളു എന്ന് പറയുന്ന പെണ്ണ്. ആ പെണ്ണ് ഈ വിവരമറിയുന്നതാ. ആ പെണ്ണ് വിവരറിയാണ്. എന്ത്? ആ പെണ്ണ് പറയാണ്, ആ പെണ്ണ് അറിഞ്ഞു നമ്മളെ ജാതിയിൽപ്പെട്ട അമ്പലത്തിന്റെ മുറ്റത്തൊക്കെ അടിച്ചുവാരുന്ന പെണ്ണാണ് ഈ അമ്മാളു. അവള് അറിയാണ് നമ്മളെ ജാതിയിൽപ്പെട്ട ഒരാള് തിരൂരിൽ നിന്ന് നാട് കടത്തിയിട്ട് വന്ന് ഒമാനൂരിലെത്തിയിട്ട് അവിടെ നമ്മളെ ആൾക്കാരും അവർക്ക് ഭക്ഷണം കൊടുക്കുകയോ താമസിക്കാൻ ഇടം കൊടുക്കുകയോ വെള്ളം കൊടുക്കുകയോ ഒന്നും ചെയ്യാതെ എല്ലാരും പുറത്താക്കിയപ്പോ മാപ്പിളാര് സഹായിച്ചു. മാപ്പിളാര് വെള്ളം കൊടുത്ത് അയാളെ ജീവൻ നിലനിർത്തി, മാപ്പിളാര് ഭക്ഷണം കൊടുത്ത് അയാളെ ജീവൻ നിലനിർത്തി എന്ന് പറഞ്ഞപ്പോ ഈ അമ്മോള് ഈ വിഷയം അറിഞ്ഞപ്പോ വല്ലാത്ത അത്ഭുതം. ഇതല്ലേ വേണ്ടത്, ഇതല്ലേ വേണ്ടത്, ഒരു മനുഷ്യനെ സ്നേഹിക്കണ്ടേ എന്നിങ്ങനെ ഈ വിവരം അറിഞ്ഞ അമ്മാളിന് വല്ലാത്ത സന്തോഷായി. ഇത് കേട്ടപ്പോ അമ്മാൾ എന്ത് ചെയ്തു? ഇങ്ങനത്തെ മതാണല്ലോ വേണ്ടത്. എത്രയോ ദൂരം പോയി നിൽക്കേണ്ട ഒരേഴച്ചെറുമ്മം പോയി തൊപ്പിയിട്ടാൽ ചിത്രം ചാരത്തെ വെത്തിയിടാൻ ഒട്ടും പേടിക്കണ്ട നമ്പൂരാരെ. കുമാരനാശൻ പറയാ എന്ത്? എത്രയോ ദൂരം പോയി നിൽക്കേണ്ട ഒരു ചെറുമൻ പോയിട്ട് തൊപ്പിയിട്ട് മുസ്ലിമായി വന്നാൽ പിന്നെ ആരെയും പേടിക്കേണ്ട, എല്ലാ സ്ഥലത്തും അയാൾക്ക് പാസ്സാണ്. അയാൾക്ക് എല്ലായിടത്തും വരാം, അങ്ങാടിക്ക് വരാം, ഏത് നമ്പൂരിന്റെ അടുത്തിരിക്കുക, ഏത് നായരിന്റെ അടുത്തിരിക്കുക, എല്ലായിടത്തും ഇരിക്കുക, ഒന്നും പേടിക്കണ്ട. അപ്പൊ ഇങ്ങനത്തെ മതല്ലേ വേണ്ടത്? ഈ നായന്മാര് നമ്പൂരിമാരൊക്കെ കൂടി നിയമം പറഞ്ഞിട്ട് ആ ചെറുപ്പക്കാരന് ഭക്ഷണം കൊടുക്കാതെ പട്ടിണിക്കിട്ട് കൊല്ലായിരുന്നല്ലോ. അവിടെ മാപ്പിളാര് ഭക്ഷണം കൊടുത്തില്ലേ? ഇതല്ലേ സ്നേഹം,
ഇതല്ലേ സൗഹാർദ്ദം? അങ്ങനെ മതപരമായ ഘട്ടങ്ങളില്ലാതെ, സംഘട്ടനങ്ങളില്ലാതെ സാഹോദര്യത്തോടെ ജീവിക്കൽ, ഇതല്ലേ വേണ്ടത് എന്ന് മനസ്സിലാക്കിയ അമ്മാളും, ആ അമ്മാള് അമ്പലത്തിൽ അടിച്ചു വാരുന്ന പെണ്ണ്, അവള് പറഞ്ഞു, എനിക്ക് ഈ മതം വേണ്ട, ഞാനിനി അമ്പലത്തിന് പോകൂല, ഞാനിനി ഇസ്ലാമിലേക്ക് പോകാണ്. അങ്ങനെ ഹലീമ എന്ന് അവൾ പേരങ്ങ് പേരുമാറ്റി. അമ്മാള് മുസ്ലിമായിട്ട് ഹലീമ എന്ന് പേരിട്ടു. ഹലീമ എന്ന് പേരിട്ടിട്ട് അമ്മാള് മുസ്ലിമായി. അപ്പൊ രണ്ട് സംഭവമായി. ഈ ചെങ്ങായിന്റെ കേസും പിന്നെ ഈ അമ്മാള് മുസ്ലിമായ കേസും. ഇത് രണ്ടും കൂടി ആയപ്പോൾ കുറച്ചാളുകൾ ഭയങ്കരമായ അക്രമകാരികള്, ഭയങ്കരമായ തീവ്രവാദികള്, അത് എല്ലാ മതത്തിലും ഉണ്ട്. അത് മതത്തിന്റെ കുഴപ്പമല്ല, അവരുടെ കുഴപ്പമാണ്. അത് എല്ലാ ജാതിയിലുമുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ രണ്ട് കാരണം കൊണ്ട് തീവ്രവാദികളായ കുറച്ചാളുകൾ, ആ ആളുകൾക്ക് വലിയ ദേഷ്യായി. ഇനി ഈ മുസ്ലിമീങ്ങളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, ഇവിടെ നിർത്താൻ പറ്റൂല, ഇവരെ ഇവിടുന്ന് പറഞ്ഞേക്കണം. അതുകൊണ്ട് എന്തു വേണം? നേരെ വറദ്ദുൽ മുസ്ലിമത്തൽ മദ്കൂറത ഇലാ ദീനിഹിൽ ബാത്തില, അമ്മാളുവിന്റെ വീട്ടിലേക്ക് നേരിട്ട് ഇങ്ങോട്ട് വന്നു കുറച്ച് തീവ്രവാദികളായ കുട്ടികൾ. അവര് വന്നിട്ട് അമ്മാളുവിനോട് പറയാൻ, അമ്മാളു, നീ ഇപ്പം മാപ്പിളയായിട്ടുണ്ടെന്ന് ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ട്, എന്റെ പേര് ഹലീമയാണെന്ന് ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നീ എന്തു വേണം? ഗർവാപ്പസി, നിന്റെ പഴയ മതത്തിലേക്ക് തന്നെ തിരിച്ചു വരണം. ഗർവാപ്പസി, തറവാട്ടിക്ക് തിരിച്ചു വരാന്നറിയില്ല. ഗർവാപ്പസി, നീ എന്തു വേണം? പഴയ മതത്തിലേക്ക് തന്നെ തിരിച്ചു വരണം. നീ ഹിന്ദു തന്നെ ആവണം, നീ പഴയ അമ്മാളു തന്നെ ആവണം, ഹലീമാകാൻ പറ്റില്ല. അങ്ങനെ വന്നിട്ട് ആ സാധു സ്ത്രീയുടെ വീട്ടിൽ വന്ന് അവരാക്രമിച്ചു, അവരെ നിർബന്ധിച്ച് മതപരിവർത്തനം നടത്തിച്ചു. അങ്ങനെ മതപരിവർത്തനം നടത്തിച്ചപ്പോൾ സുബ്ഹാനല്ലാഹ്, പിന്നെ അവരെ രണ്ടാമത്തെ പരിപാടി, 3 മുസ്ലിം വീടുകളുണ്ടല്ലോ, ആ നാട്ടിൽ നിന്ന് 3 മുസ്ലിം വീടും ഒന്നാകെ അവിടെ നിന്ന് കുറ്റിമ്പറച്ച് പോണം, അതിനിവരെ ആക്രമിച്ച് നാട് കടത്തണം. അതാണ് പിന്നെ അവരുടെ സൂത്രം. അതിന് ഇമാമിങ്ങൾ പറയാണ്, കരുണാകരൻ അങ്ങനെ അവരൊരു മീറ്റിംഗ് കൂടി. ഈ 3 മുസ്ലിങ്ങളെ ഇവിടെ നിന്ന് പുറത്താക്കാൻ വേണ്ടി ഒരു മീറ്റിംഗ് കൂടി. ആ മീറ്റിംഗില് അധ്യക്ഷനായി പങ്കെടുക്കുന്നത് അന്നത്തെ സാമൂതിരി രാജാവിന്റെ കീഴിലെ ഒരു മന്ത്രിയായ കരുണാകരൻ മന്ത്രിയാണ്. കരുണാകരൻ മന്ത്രിയുടെ അധ്യക്ഷതയിൽ യോഗം കൂടിയിട്ട് കുറച്ച് ആളുകളെ തെരഞ്ഞെടുത്തു. 6 ആളുകളെ തെരഞ്ഞെടുത്തു. എന്തിന്? സാമൂതിരി രാജാവിന്റെ അടുത്ത് പോകാൻ, രാജാവിനോട് ഇവരെ ഇവിടുന്ന് പുറത്താക്കാൻ വേണ്ടി ഓർഡർ ഇടാൻ. അങ്ങനെ കരുണാകരൻ മന്ത്രിയെയും കൂട്ടി 6 ആളുകളെ തെരഞ്ഞെടുത്ത്, ആ 6 ആളുകളും കരുണാകരൻ മന്ത്രിയും എല്ലാവരും കൂടി സാമൂതിരി രാജാവിന്റെ അടുത്ത് പോയി. സാമൂതിരി നല്ല മനുഷ്യനാണ്. സാമൂതിരി രാജാവ് നമ്മുടെ ഈ കോഴിക്കോട് രാജാവാണ്. അദ്ദേഹം നല്ല മനുഷ്യനാണ്. അദ്ദേഹം കൊടുത്ത സ്ഥലത്താണ് കോഴിക്കോട് കുറ്റിച്ചിറയിൽ ബഹുമാനപ്പെട്ട ഷെയ്ഖ് സയ്യിദ് ജിഫ്രി തങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്ന ആ ജിഫ്രി മക്കാമുള്ളത്. ഏകദേശം 4 ഏക്കറയോളം ഭൂമി സാമൂതിരി രാജാവ് കൊടുത്തതാണ്. ആർക്ക്? ജിഫ്രി തങ്ങൾക്ക്. നമ്മളെ മമ്പർത്ത് കിടക്കണ മമ്പർത്ത തങ്ങൾ പാപ്പാന്റെ അമ്മാവനാണ് ബഹുമാനപ്പെട്ട ഷെയ്ഖ് സയ്യിദ് ജിഫ്രി തങ്ങൾ. ഒരമ്മാവനാണ്. വേറെ ഒരമ്മാവനാണ് മമ്പർത്ത പാപ്പാന്റെ തൊട്ടടുത്ത് തന്നെ വേറെ സ്ത്രീകൾ കയറുന്ന ഭാഗത്ത് കാണുന്ന ഒരു മക്കാമില്ലേ, ഒരു ഖബറില്ലേ, സ്ത്രീകൾ ഇങ്ങനെ കയറി വരുന്ന ഭാഗത്ത് ഒരു വലിയ ഖബറ്. ആ 2 ഖബറാണ് വലുത്. ഒന്നിപ്പുറത്ത് ആണുങ്ങൾ കയറി വരുമ്പോൾ ആദ്യം കാണുന്ന മമ്പർത്ത പാപ്പാന്റെ വലിയ ഖബറാണ്. പെണ്ണുങ്ങളെ ഭാഗത്ത് നോക്കുമ്പോൾ കാണുന്ന വലിയ ഖബർ, അതാണ് മമ്പർത്ത പാപ്പാന്റെ വേറെ ഒരു അമ്മാവൻ. ആ അമ്മാവനെ കാണാനാണ് മമ്പർത്ത പാപ്പ ഇവിടെ വന്നത്. സാമൂതിരി രാജാവ് കൊടുത്തതാണ് ഷെയ്ഖ് ജിഫ്രി തങ്ങൾക്ക് താമസിക്കാനുള്ള സ്ഥലം. അവിടെ വീട് വെച്ചു കൊടുത്തത് സാമൂതിരി രാജാവാണ്. ആ സ്ഥലത്ത് വലിയ വീടുണ്ടാക്കി, അവിടെ ഒരു പള്ളി ഉണ്ടാക്കി. ആ പള്ളിയിൽ ബഹുമാനപ്പെട്ട ജിഫ്രി തങ്ങളെ താമസിപ്പിച്ചു. ജിഫ്രി തങ്ങളെ ഹജ്ജിന് പറഞ്ഞയക്കാൻ സാമൂതിരി രാജാവ് അന്നത്തെ കാലത്ത് വലിയ സംഖ്യ കൊടുത്തിട്ടാണ് ഹജ്ജിന് പറഞ്ഞയച്ചത്. എല്ലാം സാമൂതിരി രാജാവ് ചെയ്തതാണ്. ആ സാമൂതിരി രാജാവിനെ കാണാൻ ടിപ്പു സുൽത്താൻ വരാറുണ്ടായിരുന്നു. അന്ന് ടിപ്പു സുൽത്താൻ വരുമ്പോൾ ടിപ്പുവിന്റെ പട്ടാളത്തിൽ നിസ്കരിക്കാൻ ഉണ്ടാക്കിയ പള്ളിയാണ് കോഴിക്കോട് പട്ടാള പള്ളി. ആ
അതിന്ന് വഹാബികളെ കയ്യിലാണ്. രാഷ്ട്രീയക്കാരൻ പിടിച്ചെടുത്തു കൊടുത്തതാണ്. അതേപോലെ തന്നെ അന്ന് ടിപ്പു സുൽത്താന് ഉണ്ടാക്കിയതാണ്. നമ്മളെ കോഴിക്കോടുള്ള മാനാഞ്ചിറക്കുളം അത് പട്ടാളക്കാർക്ക് കുളിക്കാനുണ്ടാക്കിയതാണ്. ഇതെല്ലാം ടിപ്പുവിന്റെ സംഭാവനയാണ്. ആ ടിപ്പു സുൽത്താൻ റഹ്മത്തുള്ളാഹി അലൈഹി സാമൂതിരി രാജാവിനെ കാണാൻ വരുമ്പോൾ ബഹുമാനപ്പെട്ട ഷെയ്ഖ് ജിഫ്രി തങ്ങളെ കാണാൻ വരാറുണ്ടായിരുന്നു. ഒരു ദിവസം ജിഫ്രി തങ്ങളെ പരിശോധിക്കാൻ വേണ്ടി ടിപ്പു സുൽത്താൻ എന്ത് ചെയ്തു? വേഷം മാറിയിട്ട് വന്നു. വേഷം അഥവാ ടിപ്പു സുൽത്താനെ നിങ്ങൾ ഫോട്ടോ കണ്ടിട്ടില്ലേ? അദ്ദേഹത്തിന്റെ വേഷങ്ങൾ മുഴുവനും രാജകീയ വേഷം മുഴുവനും വീട്ടിലെ പണിക്കാരന് ഇട്ട് കൊടുത്തു. എന്നിട്ട് ടിപ്പു സുൽത്താൻ പണിക്കാരന്റെ കീറിയ തുണിക്കുപ്പായം ഇട്ടു. എന്നിട്ട് മഹാനായ ജിഫ്രി തങ്ങളെ കാണാൻ വന്നു. മുന്നിൽ നടക്കുന്നത് വീട്ടിലെ പണിക്കാരൻ ടിപ്പു സുൽത്താന്റെ വേഷം ധരിച്ചിട്ടാണ്. അയാള് വന്നപ്പോ ജിഫ്രി തങ്ങള് എരുന്ന സ്ഥലത്തുനിന്ന് അനങ്ങിയില്ല. അതേ സമയത്ത് കീറെ തുണിപ്പായിട്ട് പണിക്കാരന്റെ കോലത്തിൽ വരികയാണ്. മഹാനായ ടിപ്പു സുൽത്താൻ നേരെ ജിഫ്രി തങ്ങൾ എഴുന്നേറ്റ് വാതിൽക്കൽ വന്നു. കൈ പിടിച്ച് സ്വീകരിച്ചിട്ട് മഹാനായ ജിഫ്രി തങ്ങൾ ഇരിക്കുന്ന ആ കട്ടിലിൽ കൊണ്ടുവന്ന് ഇരുത്തി ആദരിച്ചപ്പോഴാണ് ടിപ്പു സുൽത്താൻ മനസ്സിലാക്കി ഇത് ചില്ലറക്കാരനല്ല എന്ന് ടിപ്പു സുൽത്താൻ മനസ്സിലാക്കുകയാണ്. അപ്പൊ അങ്ങനെയുള്ള വലിയ മഹാനാണ് ജിഫ്രി തങ്ങൾ. ആ ജിഫ്രി തങ്ങൾക്ക് താമസിക്കാൻ സൗകര്യം കൊടുക്കുന്നത് സാമൂതിരി രാജാവാണ്. ആ സാമൂതിരിന്റെ അടുത്തേക്കാണ് കരുണാകരൻ മന്ത്രിയും കൂട്ടിയിട്ട് പോകുന്നത്. ഈ 6 ആളുകൾ ചെന്നിട്ട് സാമൂതിരി രാജാവിനോട് പറഞ്ഞു, രാജാവേ, നമുക്ക് ഇവിടെ 3 മുസ്ലിം വീടുകളുണ്ട്, അതുകൊണ്ട് അവരവിടെ പുറത്താക്കണം. എന്താ കാരണം? ഇന്ന കാരണങ്ങളെ കൊണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ സംഭവങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. സാമൂതിരി രാജാവ് എന്ത് ചെയ്തു? സാമൂതിരി രാജാവ് പറഞ്ഞു, ലം യഅദൻ ലഹും ലിൽ ഹർബി റഗ്ബതൻ ലഹു ഫിൽ ഉൽഫത്തി ബൈനൽ അദിയാൻ. സാമൂതിരി രാജാവ് പറഞ്ഞടോ, നമ്മളെ രാജ്യം ഒരുപാട് മതങ്ങളെ സ്വീകരിച്ച രാജ്യമാണ്. ഇസ്ലാം പുറത്തുനിന്ന് വന്ന മതാണ്, വിദേശത്തുനിന്ന് വന്ന മതാണ് ഇസ്ലാം. അതേപോലെ തന്നെ ക്രിസ്തു മതം പുറത്തുനിന്ന് വന്നതാണ്. അതേപോലെ ഇസ്ലാമിൽ ബുദ്ധമതം പിന്നീട് ഇവിടെ ഇന്ത്യ രാജ്യത്തുണ്ടായതാണ്. ജൈന മതം പിന്നുണ്ടായതാണ്. ഇന്ത്യ രാജ്യത്ത് ധാരാളം മതങ്ങളെ ഇന്ത്യ പ്രസവിച്ചിട്ടുണ്ട്. പുറത്തുനിന്ന് വന്ന മതങ്ങളെയും ഇന്ത്യ സ്വീകരിച്ചിട്ടുണ്ട്. ഇതൊരുപാട് മതങ്ങളുള്ള വലിയ പൂന്തോട്ടമാണ്. പൂന്തോട്ടം എന്ന് പറഞ്ഞാൽ ആകെ ഒരു പൂവുണ്ടായ പൂന്തോട്ടാവൂല, പല ജാതി പൂവുകൾ വേണം എന്നാലേ പൂന്തോട്ടാവൂ. അതേ സമയത്ത് ഇന്ത്യ ഒരു പൂന്തോട്ടമാണ്. ആ പൂന്തോട്ടത്തിൽ പല ജാതി പൂക്കളുണ്ടാകും. ആ പൂക്കൾ ഇവിടെ നിന്ന് കൊണ്ടുവന്നതും പുറത്തുനിന്ന് വന്നതും ഇവിടെ നിന്ന് ഉത്ഭവിച്ചതുമായ പൂക്കളുണ്ടാകും. അതുകൊണ്ട് ഇന്ത്യ എന്ന ഈ ബഹുസ്വര രാജ്യത്ത്, ഇന്ത്യ എന്ന വലിയ രാജ്യത്ത് എല്ലാ മതക്കാരും ഉണ്ടാവട്ടെ. മതങ്ങൾ പരസ്പരം വേലിക്കെട്ട് വേണ്ട, പരസ്പരം തീവ്രത വേണ്ട. നിങ്ങൾ നിങ്ങളെ മതമനുസരിച്ച് ജീവിച്ചോളൂ, അവരെ മതത്തിനനുസരിച്ച് ജീവിക്കട്ടെ. പരസ്പരം ഐക്യത്തോടെ ജീവിക്കണം. തമ്മിൽ യാതൊരു കുലുമാലും വേണ്ട. ആര് പറയാണ്? സാമൂതിരി രാജാവ് പറയാ. അപ്പൊ സാമൂതിരി രാജാവിന്റെ അടുത്ത് ഇവരുടെ ഈ കെണിയൊന്നും നടന്നില്ല. ആ സാമൂതിരി രാജാവിന്റെ അടുത്ത് കെണി നടക്കാതെ വന്നപ്പോ ഇനി എന്താ ചെയ്യാ? സാമൂതിരി രാജാവിനോട് ഒരുപാട് കളവുകൾ കെട്ടിച്ച് ചമച്ചുണ്ടാക്കി പറഞ്ഞു. അത് ഏത് ഭരണകൂടം ഭരിക്കുകയാണെങ്കിലും ആ ഭരണാധികാരികളൊന്നും വാസ്തവത്തിൽ ഇവിടെയുള്ള സത്യങ്ങൾ അറിഞ്ഞുകൊള്ളണമെന്നില്ല. അവിടെ കളവുകളായിരിക്കും. അവരുടെ കൂടെയുള്ള ഓഫീസർമാരൊക്കെ ധാരാളം പറയാ. അതിന്റെ അവസാനത്തെ തെളിവാണ് KM ബഷീർ. അല്ലേ? ബഷീർ എന്ന ചെറുപ്പക്കാരനെ രാത്രി ഒരു ചങ്ങായി ഇടിച്ചണ്ട് കൊല്ലാണ്, കള്ളും കുടിച്ചിട്ട്. അയാളെ കൂടെ ഉണ്ടായിരുന്ന പെമ്പറന്നോൾ തന്നെ പറയാണ് അയാൾക്ക് നിന്നിട്ട് കാല് വറക്കുണ്ടായിരുന്നു. അതേപോലെ തന്നെ കണ്ടിരുന്ന എല്ലാരും പറയാണ് അയാളെ കാല് വറക്കുകയാണ്. എന്നിട്ട് അയാളെ ചത്ത ശവത്തിനെ പോലെ കെട്ടിമറിച്ച് ആംബുലൻസിലിട്ട് കൊണ്ടുപോവുകയാണ്. എന്നിട്ടോ അയാളിപ്പോ കള്ളു കുടിച്ചിട്ടില്ല. അയാൾ നല്ല രാമായൺ കുട്ടിയാണ്. അയാൾ നല്ല കുട്ടിയാണ്. ഇപ്പോ അയാളെ കള്ളൊന്നും കുടിച്ചിട്ടില്ല. അയാളെ ജീവിതത്തിൽ കള്ളു തൊട്ടിട്ടില്ല. എന്തത്? അതിന് ഭരണാധികാരികളെ നമുക്ക് കുറ്റം പറയാൻ പറ്റൂല. കാരണം ഭരണാധികാരികൾ അവരവരുടെ ഡ്യൂട്ടി ചെയ്യാണ്. അവർക്ക് എന്താ പണി? അവരെ മുന്നിൽ വരുന്ന ഫയലിൽ ഒപ്പിടൽ മാത്രം. അപ്പൊ ചിലപ്പോ പല ഭരണാധികാരികളും വായിച്ചോക്കൽ പോലും ഉണ്ടായിട്ടുണ്ടാവില്ല. സെക്രട്ടറി വന്നിട്ട് പറയും, എന്താ ഇവിടെ സാർ ഒപ്പിട്ടാള്, സാർ ആയിക്കോട്ടെ ഒപ്പിട്ടു,
കൊണ്ടേക്കൂടി, ഒക്കെ റെഡിയല്ലേ? ആ ഒക്കെ റെഡിയാണ്. ഇതിലെന്താ എഴുതിക്കുന്ന പോലും ചിലപ്പോൾ ചില ഭരണാധികാരികൾ അറിഞ്ഞോളണമെന്നില്ല. ചിലപ്പോൾ ആ ഭരണാധികാരികൾക്ക് വായിക്കാനുള്ള വിവരം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. കാരണം രാഷ്ട്രീയത്തിലൊക്കെ പ്രവർത്തിക്കുന്നവനൊക്കെ വലിയ ക്ലാസ് പഠിച്ച ആൾക്കാരൊന്നുമില്ല. ഇവിടെ ഒരു പണിയില്ലാതെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കേക്കോട്ടും പടിഞ്ഞാറ്റും നടന്നു. പിന്നെ ഒരു ദിവസം MLA ആണ്. പിന്നെ വർത്താനം വരാൻ എന്തെങ്കിലും പഠിക്കണ്ടേന്ന് കരുതിട്ട് ഇങ്ങനെ. അതുകൊണ്ടല്ലേ പാർലമെന്റിലൊക്കെ പോയിട്ട് മലയാളത്തിൽ പ്രസംഗിക്കുന്നുണ്ടില്ല. ഇങ്ങനെ ഇവിടുന്ന് പാർലമെന്റിൽ MP എന്നും പറയും മണ്ടാണ്. എന്നിട്ട് അവിടെ പോയിട്ട് മലയാളത്തിൽ പറയാണ്. ആ കേൾക്കണ ആർക്കെങ്കിലും വല്ലതും തിരിയോ? എന്നിട്ട് എല്ലാവരും കൂടി ചിരിച്ചാണ്. ഈ നാട്ടിൽ നടക്കുന്ന വിഷയങ്ങൾ അവിടുത്തെ മന്ത്രിമാരോട് അല്ലെങ്കിൽ അവിടെയുള്ള വലിയ വലിയ ഉദ്യോഗസ്ഥന്മാരോട് അവർക്ക് തിരിയുന്ന ഭാഷയിൽ പറയാൻ വല്ല വിവരമുള്ളത് കൊണ്ടേ. അപ്പൊ രാഷ്ട്രീയത്തിൽ നേതാവായി വരാൻ വിവരമൊന്നും വേണ്ട. അതേ സമയത്ത് അവരെ സെക്രട്ടറി ആവാൻ വിവരം വേണം. ആ സെക്രട്ടറി ആയ ആള് എഴുതി കൊടുക്കുന്നത് എന്ത് ചെയ്യാണ്? മന്ത്രി അങ്ങോട്ട് വായിക്കുകയാണ് അല്ലെങ്കിൽ ഒപ്പിടുകയാണ്. ഇതിലൊക്കെ ശരി തന്നെയല്ലേ എന്നൊരു ചോദ്യം ചോദിക്കും. ഒക്കെ ശരിയാണ്, അവിടെ ഒപ്പിട്ട്. ആ ഒപ്പിട്ട പേപ്പർ കൊടുക്കുമ്പോൾ തന്നെയാണ് ഈ ജാമ്യമൊക്കെ കിട്ടുക. പിന്നെയാണ് അച്ചടാ ഞാൻ ഇതിലെ ഒപ്പിട്ട് നോക്കുക. പിന്നെ അച്ചടാ ഞാൻ കുടുങ്ങിയില്ലേ, ഞാൻ ഒപ്പിട്ട് ഇതിലേനുല്ലേ, ഓരെന്നെ പറ്റിച്ചില്ലേ എന്ന് പിന്നെയാണ് നോക്കുക. അപ്പൊ എല്ലാ സ്ഥലത്തും അങ്ങനെയാണ്. അപ്പൊ ഭരണാധികാരികൾ മുഴുവൻ കുടുങ്ങുന്നത് അതുകൊണ്ടാ. അങ്ങനെയാണ് ഇപ്പൊ ആ രാമൻകുട്ടിക്ക് ഇന്ന് ജാമ്യം കിട്ടിയതും അല്ലാതെ ഇപ്പൊ അയാൾ കള്ളുപിടിച്ചിട്ടില്ല എന്നൊക്കെ പറയണൊക്കെ അതുകൊണ്ടാ. അപ്പൊ സത്യം ആയിക്കൊള്ളണമെന്നില്ല ഭരണാധികാരികൾ അറിയല്, സത്യങ്ങൾ അറിഞ്ഞോളണമെന്നില്ല. അവരുടെ കൂടെ എപ്പോഴുള്ള ആളുകൾ എന്തു പറയുന്നു അതാണ് അവർക്ക് സ്വീകരിക്കാൻ കഴിയുക. അപ്പൊ ഈ സാമൂതിരി രാജാവിനോട് ധാരാളം കളവുകൾ പ്രചരിപ്പിച്ചു, കളവുകൾ ധാരാളം പറഞ്ഞെടുത്തു. ആ കളവുകൾ മുഴുവനും കേട്ടു. പക്ഷേ സാമൂതിരി രാജാവ് സാഹോദര്യത്തിന്റെ ആളാണ്. അയാള് പറഞ്ഞു ക്ഷമിച്ചോളൂ, ആ 3 പേർക്കാരല്ലേ അവിടെ ഉള്ളൂ. അവരിനി എന്തു വലിയ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും നിങ്ങൾ പറഞ്ഞതൊക്കെ ശരിയാണെങ്കിലും നിങ്ങൾ ക്ഷമിക്കൂ മക്കളെ. നിങ്ങൾ പരസ്പരം പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് കേട്ടോ. ഇപ്പൊ അവർക്ക് യാതൊരു രക്ഷയില്ല. എന്ത് പറഞ്ഞിട്ടും സാമൂതിരി അനുവദിക്കുന്നില്ല. അങ്ങനെ വന്നപ്പോ അവർ തിരിച്ചു വന്നു. തിരിച്ചു വന്നിട്ട് അവരെന്ത് ചെയ്യാണ്? നാട്ടിലൊരു കലാപം ഉണ്ടാക്കാൻ എന്ത് ചെയ്യാൻ പറ്റും എന്ന് അവർ ചിന്തിക്കുകയാണ്. ആ ആളുകൾ വന്ന്, ഈ 6 ആളുകൾ വന്നിട്ട് നാട്ടിലൊരു കലാപം ഉണ്ടാക്കണം. അതിനെന്താണ് മാർഗം? അവര് ചിന്തിച്ച് കണ്ടുപിടിച്ചൊരു മാർഗം. പന്നി എന്ന് പറയുന്ന സാധനം അത് മാപ്പിളാർക്ക് നിഷിദ്ധമാണ്. പന്നി തൊട്ടാൽ, നായ തൊട്ടാൽ 7 തവണ കഴുകണം. അയിനു നജസാണത്, മുഹല്ലലായ നജസാണത്, ഗൗരവള്ള നജസാണത്. നായ തൊട്ടാൽ 7 വട്ടം കഴുകണം. 7 വട്ടത്തിൽ 1 വട്ടം മണ്ണ് കലക്കിയ വെള്ളം കൊണ്ട് കഴുകണം. ഇത് റസൂലുള്ളാഹി പഠിപ്പിച്ച ഹദീസാണ്. നബി തങ്ങൾ പറഞ്ഞ മതനിയമമാണ്. അതുകൊണ്ട് മാപ്പിളാർക്ക് നായയും പന്നിയും ഗൗരവമാണ്. പന്നിയെ നമുക്ക് അറുക്കാം, എന്നിട്ട് അതിന്റെ ഇറച്ചി കൊണ്ടുവന്ന് അവരുടെ പവിത്രമായ പള്ളിയിലിടാം എന്നവർ തീരുമാനിച്ചു. അങ്ങനെ ഓലെന്ത് ചെയ്തു? ഒരു പന്നി നാട്ടി പിടിച്ചുണ്ടാക്കി കൊണ്ടുവന്നിട്ട് അതിനകത്ത് കഷ്ണാക്കി അതിന്റെ തലയും അതിന്റെ തോലും അതിന്റെ ഇറച്ചും പെട്ടിയും കുടലും എല്ലാം കൂടി കൊടുന്നിട്ട് പള്ളിയിലിട്ടു. പള്ളിയിലിട്ടാലും മുസ്ലിങ്ങൾ ഇളകി പുറപ്പെടും എന്ന് കരുതി. എന്നാലും കലാപം ഉണ്ടാവാം, ഈ 3 മുസ്ലിങ്ങളെയും കൊല്ല, ഈ വീട് അടിച്ചു പൊളിക്ക, അതോടുകൂടെ പിന്നെ ഈ നാട്ടിൽ മുസ്ലിങ്ങളില്ലാതെയായി. ഇതാണ് അവരുടെ സൂത്രം. അങ്ങനെ അവർ ചെയ്തു. പക്ഷേ ഇസ്ലാം പറഞ്ഞത് എന്താണ്? വല്ല മുസീബത്തും നിങ്ങൾക്കുണ്ടായാൽ നിങ്ങൾ ക്ഷമിക്കണം. ഓരാ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയണം. ഇതാണ് ഖുർആൻ പറഞ്ഞത്. ഇതാണ് മുസ്ലിമീങ്ങളോട് ഇസ്ലാമിന്റെ കൽപ്പന. നമ്മളിങ്ങനെ ചാടിപ്പടഞ്ഞ് വേഗം എഴുന്നേറ്റിട്ട് നമ്മളെല്ലാവരും സംഘടിക്കണം, പ്രശ്നം വേണം, അത് വേണം എന്ന് പറയാൻ ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. ഇസ്ലാം പറഞ്ഞത് നിങ്ങൾ ക്ഷമിക്കണം, ഓരാ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയണം. പടച്ചോനെ, ഞങ്ങളൊക്കെ നിന്റേതാണ്, നിന്നിലേക്ക് ഞങ്ങൾ മടങ്ങുന്നവരാണ്, അതുകൊണ്ട് ഞങ്ങൾ നിന്റെ നിയമത്തിന്റെ അപ്പുറത്ത് ഞങ്ങൾ പോകൂല എന്ന് പറയണമെന്നാണ് ഇസ്ലാമിന്റെ നിയമം. കണ്ടോ നിങ്ങൾ? സുബ്ഹാനല്ലാഹ്, ആ കുറെ ആളുകൾ പള്ളി കയറി വെടിവെച്ച് കൊന്നില്ലേ? ന്യൂസിലാൻഡിൽ കുറെ ആളുകളെ വെടിവെച്ച് കൊന്നു. ന്യൂസിലാൻഡിന്റെ പ്രധാനമന്ത്രി ജനങ്ങളോടൊക്കെ എന്താ പറഞ്ഞത്? ആ വെടിവെച്ച് കൊന്ന അയാൾ ഉപയോഗിച്ച അതേ ഐറ്റം തോക്ക് അവിടെ നിന്ന് നിരോധിച്ചു. മുസ്ലിമീങ്ങളായവർക്കൊക്കെ സഹായം കൊടുത്തു. പോരാ, പള്ളിയിൽ ഹിന്ദുവും ക്രിസ്ത്യാനും മുസ്ലിമും എല്ലാ ജാതിക്കാരും ഒരുമിച്ച് കൂടി പിറ്റേന്ന്
ജുമാക്ക് എല്ലാവരും കൂടി വന്ന് പ്രൊട്ടക്ഷൻ കൊടുത്തു മുസ്ലിമീങ്ങൾക്ക്. ജുമാക്ക് ആ പ്രധാനമന്ത്രി വന്ന് മുസ്ലിമീങ്ങളോട് ഖേദപൂർവ്വം സംസാരിച്ചു. പാർലമെന്റിൽ അവിടെയുള്ള വലിയ പണ്ഡിതനെ ക്ഷണിച്ചു കൊണ്ടുവന്നിരുത്തി അദ്ദേഹത്തിന് ആദരവ് കൊടുത്തു. ആ പാർലമെന്റിൽ വെച്ച് അദ്ദേഹം ആദ്യമായി ജനങ്ങളോട് ഓതിയ ആയത്ത് എന്തായിരുന്നു? ഈ പറഞ്ഞ ആയത്ത്, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന ആയത്താണ്. ജനങ്ങളെ ക്ഷമിക്കണം, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയണം. നമ്മൾ പകരം വാളെടുക്കാനും കുന്തെടുക്കാനും വെട്ടാനും കുത്താനും അല്ല. അതേ, ഇതാണ് ഇസ്ലാമിന്റെ കൽപ്പന. പരസ്പരം തല്ലാനല്ല, ക്ഷമിക്കാനാ. ഈ 3 മുസ്ലിമീങ്ങൾ എന്ത് ചെയ്തു? അവർ ക്ഷമിച്ചു. അവർ പറഞ്ഞു, നമ്മളെ പള്ളിയിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്, നമ്മൾ അത് കഴുകി വൃത്തിയാക്കണം, നമ്മൾ അതിന് പേരിൽ കുഴപ്പമുണ്ടാകാൻ പാടില്ല, നമ്മളെ ഇടയിൽ തർക്കം ഉണ്ടാകാൻ പാടില്ല, നാട്ടിൽ കുഴപ്പമുണ്ടാകാൻ പാടില്ല, നാട്ടിലെ സമാധാനം നഷ്ടപ്പെടുത്താൻ പാടില്ല എന്ന് പറഞ്ഞ ആ മുസ്ലിമീങ്ങൾ ക്ഷമിക്കുകയാണ്. എന്നിട്ട് മഹാന്മാരായ ഇമാമിങ്ങൾ പറയാണ്, ആ മുസ്ലിമീങ്ങൾ ക്ഷണിച്ചിട്ട് അവിടെയുള്ള എല്ലാ മാംസങ്ങളും പുറത്തേക്ക് കൊണ്ടുപോയി കുഴിച്ചിട്ട് പള്ളി നന്നായി വൃത്തിയാക്കി വളരെ സന്തോഷപൂർവ്വം പിന്നെയും അവര് പോവുകയാണ്. പക്ഷേ ഈ പ്രശ്നങ്ങൾ കാരണമൊന്നും ഇസ്ലാമിനെതിരെ, മുസ്ലിമീങ്ങൾക്കെതിരെ ഒരു യുദ്ധം നടക്കുമെന്ന പ്രതീക്ഷ ഇല്ലാതെ വന്നപ്പോ ഈ 6 തീവ്രവാദികൾ എന്തു ചെയ്തു? അവരൊരു പശുവിനെ അറുത്തു. ആ പശുവിനെ അറുത്തിട്ട്, പശുവിനെ ചില ഹിന്ദുക്കൾ ബഹുമാനിക്കുന്നുണ്ട്, നമ്മളും പശുവിനെ ബഹുമാനിക്കുന്നവരാണ്. ആ പശുവിന്റെ മാംസം അത് ചത്ത് അവിടെയും ഇവിടെയും കിടന്ന് നാറിയാല് മോശല്ലേ എന്ന് കരുതിയിട്ടാ നമ്മൾ അതിനെ അറുത്തു തിന്നുന്നത്. അപ്പോ അതിനോടുള്ള ബഹുമാനമാണ്. അതിന്റെ പാലാണ് നമ്മൾ ബഹുമാനിച്ച് കുടിക്കുന്നത്, അതിന്റെ ചാണകമാണ് നമ്മളെ പറമ്പിലൊക്കെ നമ്മൾ കുഴിച്ചിടുന്നത്. അതൊക്കെ ബഹുമാനിച്ചിട്ട് തന്നെയാണ്. ആ പശുവിനെ അറുത്തിട്ട് അവരെന്ത് ചെയ്തു? ആ പശുവിനെ അറുത്തിട്ട് അതിന്റെ തലയും മാംസങ്ങളും കൊണ്ടുപോയി അതാ അമ്പലത്തിലിടുകയാണ്. അവരെന്നെ പശുവിന്, ഈ 6 ആൾക്കാർ കൂടി പശുവിനർത്ത് അതിന്റെ തലയും മാംസം കൊണ്ടുപോയി അമ്പലത്തിലിട്ടു. ദേവാലയത്തിൽ കൊണ്ടുപോയിട്ടിട്ട് എന്ത് ചെയ്തു? അത് ദേവാലയം വൃത്തികേടാക്കി. ഈ 6 ആളുകൾ, ഇതൊന്നും ആ നാട്ടിലെ മറ്റു സഹോദരങ്ങളായ ഹിന്ദുക്കൾ അറിയുന്നില്ല. ഈ 6 തീവ്രവാദികൾ ചെയ്ത പണിയാണ്. അങ്ങനെ എന്ത് ചെയ്തു? ദേവാലയം വൃത്തികേടാക്കി. ദേവാലയം വൃത്തികേടാക്കിയപ്പോ സുബ്ഹാനല്ലാഹ്, അപ്പോഴേക്ക് ഈ 6 ആൾക്കാരെ കൂട്ടത്തിൽ നിന്ന് ഒരു ചങ്ങായി എഴുന്നേറ്റിട്ട് ഇങ്ങനെ പറഞ്ഞു തുള്ളാൻ തുടങ്ങി. അങ്ങനെ പറഞ്ഞു തുള്ളണ പരിപാടി ഉണ്ടല്ലോ. ഒരു ചങ്ങായി എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു തുള്ളാൻ തുടങ്ങി. ആൾക്കാരൊക്കെ വണ്ടി കൂടി, എല്ലാരും കൂടി ഓടിക്കൂടി, ആ പള്ളിയിൽ എന്തൊക്കെയോ പ്രശ്നം, അമ്പലത്തിൽ എന്തോ പ്രശ്നമുണ്ട്, അവർ എല്ലാരും വരും, ആരോ അവിടെ പറഞ്ഞു തുള്ളുന്നുണ്ട്. ഈ വാർത്ത നാട്ടിലാകെ പരന്നു. എല്ലാ ഹൈന്ദവ സഹോദരങ്ങളും അമ്പലത്തിന്റെ മുറ്റത്തെത്തി. അപ്പോ ഈ ഉറഞ്ഞു തുള്ളുന്ന ആള് ഈ 6 ആളെ കൂട്ടത്തിൽപ്പെട്ട ആളാണ് ഇവനും കൂടിയാണ് ആ മാംസം അവിടെ കൊണ്ടുപോയിട്ടത്. അങ്ങനത്തെ ഓൻ ഇങ്ങനെ ഉറഞ്ഞു തുള്ളിയിട്ട് പറയാണ്, എന്താ പറഞ്ഞത്? അലാ ലിസാനി വാഹിദിഹിം അന്നഖ്രിജുൽ മുസ്ലിമൂന അൻ ഹാദിഹിൽ ബൽദ. ഇവരിങ്ങനെ ഉറഞ്ഞു തുള്ളിയിട്ട് പറയാണ്, ഓ ജനങ്ങളെ, ഇവിടെയുള്ള മുസ്ലിമീങ്ങൾ പുറത്താക്കണം, ഇത് ദൈവത്തിന്റെ കൽപ്പനയാണ്, ഇത് ദൈവത്തിന്റെ കൽപ്പനയാണ്, ഇവിടുത്തെ മുസ്ലിമീങ്ങളെ പുറത്താക്കണം. കാരണം എന്തേ? ആദൗനി, അതാ ഈ ദൈവമാകുന്ന എന്നെ മുസ്ലിമീങ്ങൾ ഇടങ്ങേറാക്കിയിട്ടുണ്ട്. പശുവിന്റെ മാംസം കൊണ്ടുവന്നിട്ടത് മുസ്ലിങ്ങളാണ്, അതുകൊണ്ട് ഓല ഇവിടുന്ന് പുറത്താക്കണം. നിങ്ങൾ പുറത്താക്കാൻ തയ്യാറല്ലെങ്കിൽ നിങ്ങൾ ഓലോട് സഹകരിച്ചു പോകുകയാണ്. നിങ്ങൾ ഓല ഇവിടുന്ന് പുറത്താക്കുന്നില്ലെങ്കിൽ ഇർജിഉൽ വബാല അലൈക്കും, നിങ്ങൾക്കൊക്കെ നാശം വരുന്നതാ. ശൈത്താൻ പറഞ്ഞു തുള്ളിയിട്ട് പറയാം, നിങ്ങൾക്കൊക്കെ നാശം വരും, നിങ്ങൾക്ക് നാശം വരും, അതുകൊണ്ട് നിങ്ങൾ മുസ്ലിമീങ്ങളെ പുറത്താക്കണം. അങ്ങനെ വന്നപ്പോ ദൈവത്തിന്റെ കൽപ്പനയാണല്ലോ എന്ന് കരുതിയിട്ട് സാധുക്കളായ കുറെ ആളുകൾ അതിൽ പെട്ടുപോയി. സാധുക്കളായ കുറെ ഹിന്ദു സഹോദരങ്ങൾ അതിൽ പെട്ടുപോയി. ഈ 6 തീവ്രവാദികൾ ഉണ്ടാക്കിയൊരു കെണിയില് അത് പലപ്പോഴും പെട്ടുപോയി. അത് എല്ലാരും പെടും. അതുകൊണ്ടാണല്ലോ നമ്മൾ ഓർമ്മയിലെ കാശ്മീരിലെ കത്തുവയില് ആസിഫ എന്ന പെൺകുട്ടിയെ കൊലപാതകം നടത്തി ചില ആളുകള്. കൊലപാതകം നടത്തിയപ്പോ ആ കൊലപാതകത്തിന്റെ പിറ്റേന്ന് നാട് മുഴുവനും ബന്ദ് പ്രഖ്യാപിച്ചു. ആ ബന്ദ് പ്രഖ്യാപിച്ചപ്പോഴേക്ക് ഇന്ത്യ രാജ്യത്ത് ആകെ ഒറ്റ നേതാവ് മാത്രമാണ് ആ ബന്ദ് ഇസ്ലാമിനും മുസ്ലിമീങ്ങൾക്കും ഗുണമില്ല എന്ന് പറഞ്ഞത്. ഇസ്ലാമിനും മുസ്ലിമീങ്ങൾക്കും ആ ബന്ദ് ഗുണമില്ല എന്ന് പറഞ്ഞ ആകെ ഇന്ത്യയിൽ ഒറ്റ നേതാവാ. അതാണ് ബഹുമാനപ്പെട്ട ഖബറുൽ ശൈഖുനാ ഉസ്താദ്. അല്ലാഹു തആല അവിടുത്തെ ദറജ ഉയർത്തുമാറാവട്ടെ. അല്ലാഹു അവർക്ക് ദീർഘായുസ്സ് കൊടുക്കട്ടെ.
ആകെ ഇന്ത്യയിലെ ഒറ്റ നേതാവ് പറഞ്ഞത് ആ ബന്ദ് ഇസ്ലാമിനും മുസ്ലിമീങ്ങൾക്കും ഗുണമില്ല. അതേ സമയത്ത് എല്ലാ മുസ്ലിമീങ്ങളും ആ ബന്ദിന് കൂടിയില്ലേ എല്ലാ പലയിടത്തും കടകൾ തച്ചു പൊളിച്ചില്ലേ, എല്ലാരും കുടുങ്ങിയില്ലേ. പിന്നെ അവസാനം എന്തുണ്ടായി? ആ ബന്ദ് പ്രഖ്യാപിച്ചത് ആരാന്നാ പിന്നെ തെളിഞ്ഞത്? RSSകാർ പ്രഖ്യാപിച്ചത്. പിന്നെ അവസാനം ആ ബന്ദ് പ്രഖ്യാപിച്ചത് RSSകാരാണെന്ന് തെളിഞ്ഞു. കണ്ടങ്ങള് അതിലെല്ലാരും വിട്ടു. ഇതേപോലെ അന്ന് വിട്ടു. ഇന്നിപ്പോ വാട്സാപ്പും ഫേസ്ബുക്കും എല്ലാ സൗകര്യങ്ങളും നെറ്റും കുറ്റും എല്ലാ സാധനങ്ങളും ഉള്ള കാലത്ത് ഇന്ന് നമ്മളൊക്കെ കുടുങ്ങിയില്ലേ. അപ്പൊ അന്നത്തെ കാലം പറയാനുണ്ടോ? ഇന്നത്തെ കാലത്ത് നമ്മൾ കുടുങ്ങിയില്ലേ? ഓല ഗണിയില് എല്ലാരും കുടുങ്ങിയില്ലേ? ആകെ ഒറ്റ നേതാവ് മാത്രമേ കുടുങ്ങാത്തുള്ളൂ. ബാക്കി എല്ലാ നേതാക്കന്മാരും കുടുങ്ങി, ബാക്കി എല്ലാ അനുയായികളും കുടുങ്ങി. നമ്മളെ നേതാവ് കുടുങ്ങിയില്ല. നമ്മളെ നേതാവ് കുടുങ്ങാത്തതുകൊണ്ട് നമ്മളെ അനുയായികളും കുടുങ്ങിയില്ല. അതാണ് അല്ലാഹുവിന്റെ സഹായം. അതാണ് ഔലിയാക്കന്മാരെ കറാമത്ത്. അതാണ് മഹാന്മാരുടെ കാവല്. ബാക്കി എല്ലാരും കുടുങ്ങിയില്ലേ? അവസാനം കുലുമാലായില്ലേ? എല്ലാവർക്കും കേസായില്ലേ? അവിടെ അവസാനം തെളിഞ്ഞു വന്നപ്പോ പിന്നെ കുറെ കാലങ്ങൾ കഴിഞ്ഞപ്പോ ആ ബന്ദ് പ്രഖ്യാപിച്ചത് ഇത് ചെയ്ത പാർട്ടിക്കാരന്നെ. നാട്ടിൽ കുഴപ്പമുണ്ടാക്കാൻ നമ്മളാളുകളായിട്ടും ഉണ്ടാക്കുന്നവർ. അപ്പൊ ചുരുക്കി പറയുന്നത്, ഈ 6 ആളുകൾ കൂടി ഉണ്ടാക്കിയ കെണിയില് ബാക്കിയുള്ള സഹോദരങ്ങളൊക്കെ പെട്ടു, എല്ലാരും പെട്ടു. കാരണം ഒരാള് ഇവരെന്നെ കൊണ്ടുപോയി അമ്പലത്തിലിട്ട് പറഞ്ഞു തുള്ളി ദൈവത്തിനെ ബുദ്ധിമുട്ടിച്ചതാണ്, അതുകൊണ്ട് മുസ്ലിങ്ങൾ പുറത്താക്കണം, ഇല്ലെങ്കിൽ എല്ലാവർക്കും നാശം വരും എന്നിവരങ്ങോട്ട് പറഞ്ഞു. അപ്പൊ ദൈവത്തിനെ വിശ്വസിക്കുന്ന പല സുഹൃത്തുക്കളും അറിയാതെ സത്യമാണെന്ന് കരുതി പെട്ടുപോയി. ഇവരൊരു നാടകം കളിച്ചതായിരുന്നു അത്. അങ്ങനെ പല സഹോദരങ്ങളും അതിൽ പെട്ടുപോയി. ആ പെട്ടതോടുകൂടെ സുബ്ഹാനല്ലാഹ് ജനങ്ങൾ മുഴുവനും ഒരുമിച്ചുകൂടി അവരെ വീട്ടിലുള്ള ആയുധങ്ങൾ കൊണ്ടുവന്ന്, അവരെ വീട്ടിലെ പണി സാധനങ്ങൾ പണിയായുധങ്ങൾ മുഴുവനും കൊണ്ടുവന്ന്, അല്ലാത്ത ആയുധങ്ങൾ കൊണ്ടുവന്ന് എല്ലാരും ഒരുങ്ങി തയ്യാറായി. ആദ്യമായി അവർ വന്ന് ചെയ്തത് അതാ പാലോയിലുള്ള ഇന്നത്തെ പാലാഴി എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള പള്ളിയുണ്ടല്ലോ, ആ പള്ളിക്കങ്ങ് തീയിടുകയാണ്. ആ പള്ളിക്ക് തീയിടുകയാണ്. വനഹബുൽ അംവാല, ആ പള്ളിയുടെ പരിസരത്തുള്ള മുസ്ലിം വീടുകളിൽ കയറി സമ്പത്ത് മുഴുവനും കൊള്ളയടിച്ചു. അതേപോലെ തന്നെ പോരാ പോരാ മുസ്ലിമീങ്ങളുടെ എന്തൊക്കെ അടയാളങ്ങളുണ്ടോ അത് മുഴുവനും അടിച്ചു പൊളിച്ചു. മുസ്ലിമീന, മുസ്ലിമീങ്ങളെ അവിടുന്ന് നാടുകടത്തി, വീട് പൊളിച്ചു, ആ പള്ളി കത്തിച്ചു. അങ്ങനെ തുടങ്ങി മുസ്ലിമീങ്ങൾ പെരുവഴിയിലായി, എവിടെയും പോകാനില്ല. വീട് പൊളിഞ്ഞുപോയി, സമ്പത്ത് കൊള്ളയടിച്ചു പോയി, അള്ളാന്റെ പള്ളി തീയിട്ടു പോയി. അങ്ങനെ അവിടുന്ന് മുസ്ലിമീങ്ങൾ ഇറങ്ങേണ്ടി വന്നു. ആ സമയത്താണ് അവരെല്ലാവരും കൂടി പിന്നെ ചെയ്യുന്നത് വലം യജ്തരി വാഹിദുൻ അലൽ മുദാഫ. ഈ പാലാഴിയിലുള്ള ഒരൊറ്റ ആൾക്കും ധൈര്യമില്ല പകരം ചെയ്യാൻ. വരുന്ന വലിയ കൂട്ടമല്ലേ വരുന്നത്, ആ വരുന്ന ആളുകളോട് നേരിടാൻ പാലാഴിയിലുള്ള ഒറ്റ ആളുകൾക്ക് ധൈര്യമില്ല. എല്ലാരും പേടിച്ചു വിറച്ചു പോയി, എല്ലാരും ബേജാറായി പോയി. വീടുകളിൽ കയറിയിട്ട് കട്ടുകൊണ്ടുപോകുന്നു, പള്ളികൾ കത്തിക്കുന്നു, വീടുകൾ കത്തിക്കുന്നു, വീടുകൾ പൊളിക്കുന്നു. പാവപ്പെട്ട ഉമ്മമാര് പേടിച്ച് ബേജാറായി നിൽക്കുന്നു, ഉപ്പമാര് പ്രയാസപ്പെട്ടു നിൽക്കുന്നു, ചെറിയ മക്കൾ ഇങ്ങനെ കരയാൻ തുടങ്ങി. ഇത് കേൾക്കുകയാണ് ആര്? നേരത്തെ പറഞ്ഞ കുഞ്ഞിപ്പോക്കര്, അതേപോലെ മുഹീദ്ദീൻ, കുഞ്ഞാലി തുടങ്ങിയ 3 ആളുകള് ഈ വിവരം അറിയുകയാണ്. പാലാഴിയില് വലിയ വിഷയമാണ്. അവിടെയുള്ള മുസ്ലിം വീടുകൾ പൊളിക്കുകയാണ്, പള്ളി കത്തിക്കുകയാണ്. ഇങ്ങനെ അറിഞ്ഞപ്പോൾ എന്ത് ചെയ്യാനാണ് പടച്ചോനെ? നമ്മക്കെന്ത് ചെയ്യാൻ പറ്റും? ഒരു രക്ഷയില്ല. നമ്മൾ 3 ആളുകളല്ലേ ഉള്ളത്, നമ്മൾ എന്ത് ചെയ്യും? അങ്ങനെ ഈ 3 ആളുകളും കൂടി ഒരുമിച്ച് കൂടിയിട്ട് അവരെങ്ങനെ ചിന്തിക്കുകയാണ്, എന്നാൽ നമുക്ക് എന്ത് ചെയ്യാം? അവരിങ്ങനെ ആലോചിക്കുന്ന സമയത്ത് വേറെ ഒരു സംഭവം കൂടി അവിടെ നടന്നു. മുസ്ലിമീങ്ങളെ വീട് മുഴുവനും കത്തിച്ചു കളഞ്ഞു.
പള്ളി മുഴുവനും കത്തിച്ചു കളഞ്ഞു, വീടുകളൊക്കെ പൊളിച്ചു കഴിഞ്ഞതിന് ശേഷം വസ്തജറ മുസ്ലിമൻ അഹദുഹും ഫബൈനമാഹും വയഅമലു ലഹു ലാമൽ മുസ്ലിമീന അശദ്ദൽ ലൗമി വത്തഈർ. ഇതൊക്കെ ഉണ്ടായതിനു ശേഷം പിന്നെന്ത് ചെയ്തു? പിന്നെ വേറെ ഒരു സംഭവം കൂടി ഉണ്ടായി. എന്താ സംഭവം? ഈ 6 ആളുകളെ കൂട്ടത്തിൽ ഒരു ചങ്ങായി ഒരു മുസ്ലിമീനെ ഓന്റെ വീട്ടിൽ പണിക്ക് വിളിച്ചു. അന്നൊക്കെ ഇപ്പൊ എല്ലാരും വീട്ടിലും പണിക്കുമല്ലോ, അങ്ങനത്തെ കാലല്ലേ. എവിടെങ്കിലൊക്കെ പണി ഉണ്ടെങ്കിൽ പണിയെടുത്ത് വൈകുന്നേരം കിട്ടണോണ്ടല്ലേ വീട്ടിൽ കഞ്ഞുടിക്കാൻ പറ്റുള്ളൂ. അങ്ങനത്തെ കാലമായിരിക്കുമല്ലോ അന്ന്. അതിപ്പോ 10-25 കൊല്ലം മുമ്പ് വരെ നമ്മുടെ നാട്ടിൽ എങ്ങനെയാണ്? ഒരു 10-25 കൊല്ലം മുമ്പ്, ഒരു 25 കൊല്ലമല്ലേ ആയിട്ടുള്ളൂ നമ്മളെ നാട്ടിലെ ഗൾഫും ഈ സൗകര്യങ്ങളൊക്കെ വന്നപ്പോഴല്ലേ നമ്മളൊക്കെ ഇത്ര ഉഷാറായത്. ഒരു 25 കൊല്ലം മുമ്പ് രാവിലെ 6 മണിക്ക് തന്നെ നമ്മളെ നാട്ടിലെ ഏതെങ്കിലുമൊക്കെ ഒരാളെ വലിയ പെരണക്കരം, അവർക്ക് കുറച്ച് വലിയ തറവാട്ടുകാരുണ്ടാവും, അവർക്ക് കുറച്ച് ഭൂമിയൊക്കെ ഉണ്ടാവും. ആ വീട്ടില് രാവിലെ സുബൈക്ക് ഓടി വന്നിട്ട് വരിക്കും, നേരം വെളുക്കണം തന്നെ വരിക്കും. എന്തിന്? പണി കിട്ടാൻ വേണ്ടി, ആ പണിയായുധം കിട്ടാൻ വേണ്ടി. നേരം വൈകിയാ പണി കിട്ടൂല, പണിയായുധം കിട്ടൂല. അതിനുവേണ്ടി നേരത്തെ ഒന്ന് വരിക്കണില്ലേ? പഴയ കാലത്തൊക്കെ അങ്ങനെ ആയിരുന്നല്ലോ. അങ്ങോട്ട് വൈകുന്നേരം വരെ പണിയെടുത്ത് തിരിച്ചു പോകുമ്പോ കൂലി ചോദിക്കാൻ പറ്റൂല. കുട്ടികൾക്ക് പട്ടിണിയാണെന്ന് പറഞ്ഞ് നിലവിളിക്കുമ്പോ കുറച്ച് നെല്ല് കൊടുക്കും. ആ നെല്ല് വരെ കൊണ്ടുപോയി കുത്തി എന്നിട്ട് കഞ്ഞുണ്ടാക്കിയിട്ട് വേണം കുടിക്കാൻ കുട്ടികൾക്ക്. അങ്ങനെയാണല്ലോ ഒരു 25 കൊല്ലം മുമ്പ് വരെ നമ്മുടെ നാട്ടില്. അപ്പൊ പിന്നെ അന്നത്തെ കാലം പറയാനുണ്ടോ? ഒരു 100-300 കൊല്ലം മുമ്പുള്ള കഥയല്ലേ പറയേണ്ടത്. അപ്പൊ അന്നത്തെ കാലം പറയാനില്ലല്ലോ. അപ്പൊ അങ്ങനെ ഈ 6 ആളുകളെ കൂട്ടത്തിൽ നിന്ന് ഒരു ചങ്ങായി ഒരു മുസ്ലിമിനെ പണിക്ക് വിളിച്ചു. അങ്ങനെ പണിക്ക് വിളിച്ചപ്പം ഈ മുസ്ലിം പണിക്ക് പോയ കൂലി കിട്ടുമല്ലോ എന്ന് കരുതി പണിക്ക് പോയി. അങ്ങനെ പണിക്ക് വിളിച്ച് ഇയാള് പണിയെടുക്കുന്ന സമയത്ത് ഈ ചങ്ങായി വീട്ടിലെ മുതലാളി അയാൾ എന്ത് ചെയ്യാണ്? ലാമൽ മുസ്ലിമീന അശദ്ദൽ ലൗമി വത്തഈർ. ഈ ചങ്ങായി ഈ വന്ന പണിക്കാരനായ മുസ്ലിമിന്റെ മുന്നിൽ വെച്ച് എല്ലാ മുസ്ലിമീങ്ങളെയുള്ള ചീത്ത മുഴുവനും പറയാണ്. ഭയങ്കര ചീത്ത പറയാണ്. എല്ലാ മുസ്ലിമീങ്ങളെ ഇങ്ങനെ ചീത്ത പറഞ്ഞ് ആക്ഷേപിക്കുകയാണ്. മുസ്ലിമീങ്ങൾ അങ്ങനെ, മുസ്ലിമീങ്ങൾ ഇങ്ങനെ എന്ന് പറഞ്ഞ് ഇങ്ങനെ ആക്ഷേപിക്കുകയാണ്. ആ സമയത്ത് സുബ്ഹാനല്ലാഹ് പറഞ്ഞ് കുടുംബത്തിനെ മുഴുവനും ആക്ഷേപിച്ചപ്പോ ഈ പാവപ്പെട്ട മുസ്ലിം, അയാൾ പണിയെടുക്കാൻ വന്ന ആളാണ്, പക്ഷെ ക്ഷമ തെറ്റിപ്പോയി. അയാളെ ക്ഷമ എങ്ങോട്ട് തെറ്റിപ്പോയി. സഹിക്കാൻ പറ്റാതെ വന്നപ്പോ ലറബൽ കാഫിർ, ആ ചങ്ങാതിന്റെ മുഖത്തേക്ക് ഒരടി കൊടുത്തു. കുറെ നേരമായില്ല ഇങ്ങനെ പറയാൻ തുടങ്ങിയിട്ട്. ഞാൻ എന്റെ പേരിൽ പണിക്ക് വന്നല്ലേ, പണി ഉണ്ടെങ്കിൽ പണി ഉണ്ട് അറിയാം. ഇങ്ങനെ ചീത്ത അറിഞ്ഞു കൊടുക്കണ. എന്തിനാണ് ഇങ്ങനെ ചീത്ത അറിയേണ്ട ആവശ്യം? ആരെങ്കിലും ഒരാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാളെ പറഞ്ഞാൽ പോരെ, എല്ലാ മതക്കാരെയും പറയണോ എന്ന് പറഞ്ഞിട്ട് ഒരു അടി അങ്ങോട്ട് കൊടുത്തു. ക്ഷമ തെറ്റിയപ്പോൾ ആ അടി കൊടുത്തപ്പോൾ സുബ്ഹാനല്ലാഹ് അടി അങ്ങോട്ട് കിട്ടിയപ്പോൾ ഇയാളെ കൈ മുറിഞ്ഞുപോയി. അങ്ങനെയാണല്ലോ ചിലപ്പോ ചില ആളുകൾ, പ്രത്യേകിച്ച് കൂലിപ്പണിക്കാരൊക്കെ വലക്കൊന്നൊരു അടിയിട്ട കൈയല്ല കാലും മുറിഞ്ഞു പോകും. കാരണം കൈക്കോട്ട് കളിച്ചിട്ട് ഇങ്ങനെ കൈ മുഴുവൻ തയമ്പായ മനുഷ്യന്മാരല്ലേ. അങ്ങനെ അടി കിട്ടിയപ്പോ ഇയാളെ കൈ മുറിഞ്ഞു പോയി. ആ കൈ മുറിഞ്ഞപ്പോൾ ഈ മുസ്ലിമായ മനുഷ്യൻ അവിടുന്ന് ഓടി തടി സലാമത്താക്കി. ഇയാൾ ഓടി, ഏതുപോലെ ഓടിയെന്നറിയോ? മഹാനായ മൂസാ നബി അലൈഹിസ്സലാമിന്റെ കാലത്ത് മൂസാ നബി ഒരു കിബിത്തിയെ തൊട്ടപ്പോ അയാൾ വീണ് മരിച്ചു പോയില്ലേ? ആ മരിച്ചപ്പോ മൂസാ നബിനെ കൊല്ലാൻ വേണ്ടി ഫറോവയും ആളുകളൊക്കെ ഒരുമിച്ച് കൂടിയപ്പോ രാത്രിക്ക് രാത്രി നേരം മദിയൻ എന്ന് പറയുന്നിടത്ത് ശുഐബ് നബി അലൈഹിസ്സലാമിന്റെ നാട്ടിലേക്ക് മൂസാ നബി നാട് വിട്ടുപോയില്ലേ? അതേപോലെ ഈ മുസ്ലിം പേടിച്ചിട്ട് അവിടുന്ന് നാട് വിട്ടുപോയി. എന്താ സംഭവിക്കാന്ന് പറയാൻ അറിയില്ലല്ലോ. ഇയാളെ കൈ മുറിഞ്ഞിക്കണല്ലോ. വെറുതെ ഒരു അടി അടിച്ചിട്ടുള്ളൂ, അപ്പോഴേക്ക് കൈ മുറിഞ്ഞില്ലേ? അപ്പൊ അതുകൊണ്ട് പേടിച്ചിട്ട് നാട് വിട്ടുപോയി. ആ മുസ്ലിം നാട് വിട്ടുപോയി. സുബ്ഹാനല്ലാഹ്. ഈ സമയത്ത് അതാ ഈ വാർത്ത നാട്ടിൽ മുഴുവനും പാട്ടായി. ഒരു മാപ്പിള നമ്മളെ കൂട്ടത്തിൽപ്പെട്ട ഒരാളെ കൈയടിച്ചു മുറിച്ചിട്ടുണ്ട്. പണിക്ക് വന്നിട്ട് അയാൾ എന്തോ പറഞ്ഞപ്പോഴേക്ക് അടിച്ചുപോയി, കൈ മുറിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ നാട്ടിലാകെ പാട്ടായപ്പോ ഒന്നുകൂടെ സംഗതി ഗൗരവമാവുകയാണ്, ഒന്നുകൂടെ വിഷയമാവുകയാണ്.
അപ്പോഴാ അതാ ഈ 6 തീവ്രവാദികള് മറ്റുള്ള സാധാരണക്കാരായ സാധുക്കളായ മുഴുവൻ ഹിന്ദുക്കളെയും വിളിച്ചു കൂട്ടിയിട്ട് അവരോട് പറയാണ്, നിങ്ങൾ ഞങ്ങളെ കൂടെ നിൽക്കണം, എന്നിട്ട് ഇവരെ നമുക്ക് ഇവിടുന്ന് പുറത്താക്കണം. ആ നിലക്ക് മുസ്ലിമീങ്ങളെ മുഴുവനും പുറത്താക്കാൻ വേണ്ടി അതാ വരുന്നു. സാധുക്കളായ ഹൈന്ദവ സുഹൃത്തുക്കളെ കുടുക്കിയിട്ടാണ് കൊണ്ടുവരുന്നത്. ഈ 6 തീവ്രവാദികൾ പറയുന്ന വിഷയത്തിൽ കുടുങ്ങിപ്പോയതാണ്. അങ്ങനെ നേരെ അങ്ങോട്ട് വന്ന് ബഹുമാനപ്പെട്ട മഹാന്മാരായ നേരത്തെ ഞാൻ പറഞ്ഞ 3 ആളുകളുണ്ടല്ലോ, ആ 3 ആളുകളെ വീട്ടിലേക്ക് വരികയാണ്. അപ്പൊ ഒരാളെ വീട്ടിൽ വന്നപ്പോ അയാൾ അവിടെ ഇല്ല, അഥവാ അബൂബക്കർ എന്ന് പറയുന്ന ആളെ വീട്ടിലേക്കാണ് വന്നത്. അപ്പൊ അദ്ദേഹം അവിടെ ഇല്ല. അദ്ദേഹം നേരെ വന്നിട്ടുണ്ട്, മറ്റു സുഹൃത്തിന്റെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്, 1-ാമത്തെ ആളെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ അവര് 3 പേരും ഒരുമിച്ച് കൂടുകയാണ്. 3 പേരും ഒരുമിച്ച് കൂടി ഏതായാലും ഇനി രക്ഷയില്ല, ഇവര് നമ്മളെ തല്ലിക്കൊല്ലും, ഇവര് നമ്മളെ ആക്രമിക്കും, അതുകൊണ്ട് ഇനി രക്ഷയില്ലാതെ വന്നപ്പോ ജീവൻ നിലനിർത്താൻ നമ്മളെ ഇവർ കൊല്ലുമല്ലോ, അതുകൊണ്ട് ജീവൻ നിലനിർത്താൻ നമ്മൾ മരിക്കുകയാണെങ്കിൽ അന്തസ്സോടെ മരിക്കാൻ 100 കൊല്ലം നമ്മൾ എലിയെ പോലെ ജീവിക്കുന്നതിനേക്കാൾ നല്ലത് 1 സെക്കൻഡ് പുലിയെ പോലെ ജീവിക്കലാണ് എന്ന് ടിപ്പു സുൽത്താൻ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. അങ്ങനെ ധാരാളം കഴിഞ്ഞുപോയ ഭരണാധികാരികളൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇന്ത്യ ഭരിച്ച ഭരണാധികാരികളൊക്കെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ. അതുപോലെ ഈ 3 മഹാന്മാര് തീരുമാനിച്ചു, ഏതായാലും നമ്മളെ ഇവര് കൊല്ലും, അതുകൊണ്ട് നമ്മള് ധൈര്യസമേതം പൊരുതി മരിക്കാം. അങ്ങനെ നിക്കക്കള്ളി ഇല്ലാതെ വന്നപ്പോ തീരുമാനിച്ചു. അവര് 3 പേരും അങ്ങോട്ട് ഈമാൻ ഉറപ്പിക്കുകയാണ്. അങ്ങനെ 3 പേരും ഒരുമിച്ച് കൂടിയിട്ട് അവരെല്ലാ 3 പേരും കൂടി തീരുമാനിച്ചൊരുങ്ങി. സുബ്ഹാനല്ലാഹ്. അങ്ങനെയാണ് വദന്നൽ അസദാനി കുഞ്ഞാവ കുഞ്ഞിപ്പോക്കര്, അവര് 2 പേരും, കുഞ്ഞാവയും കുഞ്ഞിപ്പോക്കരും, അവര് 2 പേരും മനസ്സിലാക്കിയത് അതാ ശത്രുക്കള് മുഹീദ്ദീന്റെ വീട്ടിൽ പോയിട്ടുണ്ടാകും, മുഹീദ്ദീൻ ആക്രമിക്കാൻ പോയിട്ടുണ്ടാകും. അങ്ങനെ മുഹീദ്ദീന്റെ വീട്ടിലേക്ക് ഇവർ 2 പേരും ചെന്നു നോക്കുമ്പോ, അവിടെ ചെന്നു നോക്കുന്ന സമയത്ത് മുഹീദ്ദീൻ വീട്ടിലില്ല, മുഹീദ്ദീൻ വീട്ടിൽ നിന്ന് പുറത്തു പോയതാണ്. അങ്ങനെ നേരെ അവര് 2 പേരും പുറത്തേക്ക് ഇങ്ങനെ നടന്നു ചെന്ന് വരുമ്പോ കാണുന്ന രംഗം എന്താണ്? ഒരു നാട് മുഴുവനും ഒന്നാകെ വരികയാണ്. ഈ 3 മഹാന്മാരെ ആക്രമിക്കാൻ, ഈ 3 ആളുകളെ വധിക്കാൻ ഒരു നാട് മുഴുവനും വരികയാണ്. അങ്ങനെ ആ ജനങ്ങളോട് നല്ല നിലയിൽ പറഞ്ഞു, ജനങ്ങളെ, നമ്മൾ തമ്മിൽ കുഴപ്പം വേണ്ട, നമ്മൾ സാഹോദര്യത്തോടെ ജീവിക്കേണ്ടവരാണ്. നിങ്ങൾ അമ്പലത്തിൽ ഞങ്ങൾ പശുവിനർത്തിട്ടിട്ടില്ല, അതൊക്കെ നിങ്ങളെ പറ്റിച്ചതാണ്. നിങ്ങളെ കൂട്ടത്തിൽ ഒരു കള്ളനുണ്ട്, അവൻ ചെയ്തതാണ്, ഞങ്ങളത് ചെയ്തിട്ടില്ല, ഞങ്ങളത് ചെയ്യൂല. അതുപോലെ അമ്മാളുവിനെ ഞങ്ങൾ നിർബന്ധിപ്പിച്ച് മതത്തിൽ കൊണ്ടുവന്നിട്ടില്ല, ഞങ്ങളെ മതത്തിനത് പറ്റൂല. ഞങ്ങളെ മതം ഇസ്ലാം മതം എന്ന് പറഞ്ഞാൽ അത് ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് വരേണ്ട വിശ്വാസമാണ്. നിർബന്ധിപ്പിച്ചാൽ അത് വരുന്നതല്ല, സ്വയട്ടപ്രകാരം വരണം. നിങ്ങൾ ആ അമ്മാളുവിനെ തിരിച്ചു കൊണ്ടുപോയി, എന്നാലും ഞങ്ങൾക്ക് വിരോധമില്ല, പക്ഷേ നാട്ടിൽ കുഴപ്പം വേണ്ട. അതുകൊണ്ട് നമ്മൾ ഇതുവരെ ജീവിച്ചതുപോലെ സാഹോദര്യത്തോടെ ജീവിക്കാം. ഒരു മനുഷ്യന്റെ ജീവൻ നിലനിർത്തണം എന്നതുകൊണ്ടാണ് ഞങ്ങളെ ചെറുപ്പക്കാരന് ഭക്ഷണം കൊടുത്തത്, അല്ലാതെ നിങ്ങളോടുള്ള വൈരാഗ്യമല്ല. എന്ത് നല്ലത് പറഞ്ഞിട്ടും ഇവര് കേൾക്കുന്നില്ല. ഇവര് ഒരുങ്ങി തയ്യാറായി വന്നതാണ്. ഭൂരിപക്ഷ ജനങ്ങളും പാവങ്ങളാണ്. ഈ 6 പേരെ കുതന്ത്രത്തിൽ പെട്ടുപോയതാണ്. അങ്ങനെ 6 പേരും ജനങ്ങളുമായി വന്നവർ അതാ മുഹീദ്ദീൻ എന്ന ചെറുപ്പക്കാരനെ യുദ്ധം ചെയ്യാൻ 4 ഭാഗത്തുനിന്ന് വളഞ്ഞുകൊണ്ട് ആക്രമിക്കാൻ തുടങ്ങുന്നു. നിങ്ങൾ കാണില്ലേ, പശുവിനെ കൊണ്ടുപോയി എന്നൊക്കെ പേരിൽ 4 ഭാഗത്തുനിന്ന് ആൾക്കാർ വളഞ്ഞിട്ട് വടികൊണ്ടും ഒക്കെ അടിക്കണ കാണില്ലേ. ഇതേപോലെ മുഹീദ്ദീൻ എന്ന ചെറുപ്പക്കാരനെ 4 ഭാഗത്തുനിന്ന് വളഞ്ഞിട്ട് ആക്രമിക്കാൻ തുടങ്ങി. ആ ആക്രമത്തില് ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ എന്ന ചെറുപ്പക്കാരന്
അദ്ദേഹത്തിന്റെ മനസ്സിൽ ഈമാനം ഉദിക്കുകയാണ്. അദ്ദേഹം അവരോട് കഴിയും പ്രകാരം പടപൊരുതി, ഇസ്ലാമിന് വേണ്ടി പടപൊരുതി, ജീവൻ നിലനിർത്താൻ പടപൊരുതി, നാട്ടിലെ ജീവിതത്തിനും സ്വസ്ഥതക്കും വേണ്ടി പടപൊരുതി. അങ്ങനെ പടപൊരുതിയപ്പോ بعد قتال أي قتال وقت الجمعة വെള്ളിയാഴ്ച ദിവസം, ദുൽഹിജ്ജ 8 വെള്ളിയാഴ്ച ദിവസം ജുമുഅന്റെ സമയത്ത് മുഹീദ്ദീൻ എന്ന ചെറുപ്പക്കാരന് ശത്രുവിന്റെ വെട്ടുകൊണ്ട് ഷഹീദാവുകയാണ്. കുഞ്ഞാലി വഖ്തൽ അസ്ർ, രണ്ടാമത് കുഞ്ഞാലി എന്ന സഹോദരനാണ്. അദ്ദേഹം അസ്ർ വരെ യുദ്ധം ചെയ്ത് അസ്റിന്റെ സമയത്ത് കുഞ്ഞാലിയും ഷഹീദാവുകയാണ്. പിന്നെ കുഞ്ഞിപ്പോക്കരാണുള്ളത്. ആ കുഞ്ഞിപ്പോക്കര് ശക്തമായ യുദ്ധം നടന്ന് മഗ്രിബിന്റെ സമയത്താണ് കുഞ്ഞിപ്പോക്കര് ഷഹീദാകുന്നത്. റമാഹുൽ കാഫിറുൽ ഖായിൻ, ചേവായൂരിലുള്ള ഒരു വഞ്ചകനായ ചതിയനായ ഒരു ചങ്ങാതി, ഒരു തീവ്രവാദി, അയാൾ ഒരു അമ്പ് കൊണ്ട് കുഞ്ഞിപ്പോക്കര് ഒറ്റയേറാണ്. ആ അമ്പ് യുദ്ധത്തിൽ സാധാരണ ചെയ്യുന്ന നിയമപ്രകാരമല്ല, ചതിപ്രയോഗത്തിലുള്ള അമ്പാണ് വന്നിട്ടുള്ളത്. ആ അമ്പങ്ങോട്ട് വന്നപ്പോൾ അറിയാതെ ആ അമ്പ് ശരീരത്തിലേക്ക് തറച്ചുപോയി. ആ അമ്പ് ശരീരത്തിൽ തറച്ചിട്ട് അതാ കുഞ്ഞിപ്പോക്കരെന്ന ഇബ്നു 15 സന, 15 വയസ്സുള്ള ആ കുഞ്ഞിപ്പോക്കര്, അന്ന് വെറും 15 വയസ്സ് മാത്രമേ ഉള്ളൂ. ആ 15 വയസ്സുള്ള കുഞ്ഞിപ്പോക്കര് മഗ്രിബിന്റെ സമയത്ത് ലോകത്തോട് വിട പറയുകയാണ്. അല്ലാഹു തആല അവരെ ബർക്കത്ത് കൊണ്ട് നമ്മളൊക്കെ നന്നാക്കി തരട്ടെ. ഇതാണ് ആ യുദ്ധത്തിനുണ്ടായ കാരണം. അങ്ങനെ ആ 3 ശുഹദാക്കളെ, ഒമാനൂർ ശുഹദാക്കൾ എന്നറിയപ്പെടുന്ന മഹാന്മാരെ മറവ് ചെയ്തു. അവരുടെ വലിയ ചരിത്രങ്ങൾ ഒമാനൂരിൽ പോയാൽ അവിടെ നിന്ന് കിട്ടും നിങ്ങൾക്ക്. ഒമാനൂർ ചരിത്രം അവിടെ നിങ്ങൾക്ക് പോയാൽ അറിയാം. ചരിത്ര പുസ്തകങ്ങൾ അവിടെ നിന്ന് ലഭിക്കും. ആ 3 മഹാന്മാരുടെ ജീവിതം എങ്ങനെയാണ്. പരമാവധി അവർ ക്ഷമിച്ചു. അവസാനം നിൽക്കക്കള്ളിയില്ലാതെ വന്നപ്പോഴാണ് പ്രതിരോധത്തിനു വേണ്ടി, ജീവന്റെ നിലനിൽപ്പിന് വേണ്ടി അവരും ഇറങ്ങേണ്ടി വന്നു. അങ്ങനെയാണ് അവർ യുദ്ധമുണ്ടായത്. അങ്ങനെയാണ് ഒമാനൂർ യുദ്ധമുണ്ടാകുന്നത്. ആ 3 മഹാന്മാരും 3 സമയങ്ങളിലായി ലോകത്തോട് വിട പറഞ്ഞു. അതേ സമയത്ത് അതിന്റെ പേരിൽ നമ്മൾ ഹൈന്ദവ സഹോദരങ്ങളെ അടക്കി കുറ്റം പറയരുത്. ഈ 6 ആളുകൾ ഉണ്ടാക്കിയിട്ടുള്ളൊരു കെണിയാണ്. ആ കെണിയിൽ മറ്റുള്ളവർ അറിയാതെ പെട്ടുപോയതാണ്. ഇന്നും നടക്കുന്നത് അങ്ങനെ തന്നെയാണ്. ചില തീവ്രവാദികൾ ചില സ്ഥലങ്ങളിൽ കെണികൾ ഉണ്ടാക്കുന്നു. ആ കെണിയിൽ അറിയാതെ മറ്റു പലരും പെട്ടുപോവുകയാണ്. അല്ലാഹു എല്ലാ നാടുകളിലും എല്ലാവിധ സമാധാനങ്ങളും നിലനിർത്തട്ടെ. നമ്മളെല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സാഹോദര്യത്തോടെ, സ്നേഹത്തോടെ, സന്തോഷത്തോടെ ജീവിക്കേണ്ടവരാണ്. ഒരാളെ നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല, വേദനിപ്പിക്കാൻ പാടില്ല. അല്ലാഹു തആല എല്ലാം സ്വീകരിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.